നമ്മള് ഈ കാണെ വയസ്സാകുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാ ഈ ചർച്ചയിൽ വരുന്നത്. അതായത് വയസ്സാകുന്നു എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. കേരളത്തില് 56 വയസ്സിന് പുറത്തുള്ള ആളുകൾ, അതായത് 56 വയസ്സ് പിന്നിട്ടവരുടെ എണ്ണം ഏതാണ്ട് 62 ലക്ഷമാണ്. അപ്പൊ അത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് ഒരു 20% മുകളിൽ, 20% മുകളിൽ വരും. അപ്പൊ ഈ ഒരു പ്രായപരിധിയിലുള്ള ആളുകള് സത്യത്തില് നമ്മുടെ നാടിന്റെ ഒരു വലിയ വിലപ്പെട്ട സമ്പത്താണ്. ഈ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ എങ്ങനെ സന്തോഷകരമായിട്ട് ജീവിക്കാം, ഈ പ്രായത്തിൽ നേരിടാവുന്ന ചില സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യാം. അതായത് ഹെൽത്തി ഏജിങ് എന്ന ലോകാരോഗ്യ സംഘടനയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ കൺസെപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കി നമുക്ക് എങ്ങനെ ഈ കാലഘട്ടം സന്തോഷകരമായി ചെലവിടാം എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയിൽ വരുന്ന പ്രധാന വിഷയം. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന ആളുകള് ഡോക്ടർ മെഹ്റൂഫ്, അദ്ദേഹം മെഡിക്കൽ സർവീസിലെ ദീർഘകാലം ഡോക്ടറായിരുന്നു, ജനറൽ ഫിസിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ പാഷനുള്ള ഏരിയയാണ് ജെറിയാട്രിക്സ്. അദ്ദേഹം ഇപ്പൊ ആ മേഖലയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ശ്രീ ടോം ജോർജ്, അദ്ദേഹം ഈ ഓസ്ട്രേലിയയില് അദ്ദേഹം ഒരു IT പ്രൊഫഷണലായിരുന്നു. അദ്ദേഹം ഇപ്പൊ വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ വീട്ടിലെ ചില ആവശ്യങ്ങളെ കണക്കിലെടുത്ത് ഈ രോഗം വരുന്ന അവസ്ഥയിൽ എങ്ങനെ ആളുകളെ കെയർ ചെയ്യാമെന്ന് ചിന്തിച്ചതിന്റെ ഒരു റിസൾട്ട് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു കെയർ ഗിവിംഗ് സ്ഥാപനം നടത്തുന്നുണ്ട്. കെയർ ഹോം അല്ല, കെയർ ഗിവിംഗ് ആണ്. അതായത് പ്രായമായ ആളുകളെ താമസിപ്പിക്കുന്ന കെയർ ഹോംസിന് പകരം വേണ്ടത് വീട്ടിൽ തന്നെ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ന് കരുതുന്ന ഒരു ആ ഒരു മേഖലയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ബിനോയ് രാജ് കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്നത് മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം, നമ്മളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ചർച്ചയായപ്പോഴാണ്. ഒരു അൽഷിമേഴ്സ് രോഗിയുടെ പരിചാരകൻ എന്ന പേരില് 8 കൊല്ലത്തിലേറെ അൽഷിമേഴ്സ് രോഗിയായിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛനെ പരിചരിച്ചതിൽ നിന്നുള്ള അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം. ആ പുസ്തകം വായിച്ചപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത് അൽഷിമേഴ്സ് രോഗം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മറവി രോഗമല്ല, അതിനപ്പുറം അത് എന്തൊക്കെയോ ആണ് എന്നുള്ളത് മനസ്സിലായത്. ഇവര് 3 പേരുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ മേഖലയിൽ, അതായത് പ്രായമായ ആളുകളുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങളിൽ എക്സ്പോഷറുള്ള ആളുകളാണ്. അപ്പൊ അവര് അതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ ആദ്യമായിട്ട് ഡോക്ടർ മെഹ്റൂഫ്, അദ്ദേഹം ഈ പ്രായമാകുമ്പോൾ ഉള്ള ഹെൽത്ത് ആസ്പെക്ട്സ്, അതായത് ആരോഗ്യപരമായ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഹെൽത്തി ഏജിങ് എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലും ഒരു സാധാരണ നമ്മുടെ ദേശീയ ആരോഗ്യ ശരാശരി 33 വയസ്സായിരുന്നു. ഇന്ന് മലയാളി ജീവിക്കുന്ന 80 വയസ്സ് വരെയാണ്. പ്രായം ഒരു 50 വയസ്സ് കഴിയുമ്പോൾ പ്രായമാകും തോറും ധാരാളം രോഗങ്ങൾ നമുക്ക് അകമ്പടി സേവിക്കാനായിട്ട് വന്നുപോകും. അത് ഒഴിവാക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും രോഗവുമായി ജീവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ നീതിയാണ്, യോഗമാണ്. അപ്പോ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, പെയിൻ ഈസ് മാൻഡേറ്ററി ബട്ട് സഫറിംഗ് ഈസ് ഓപ്ഷണൽ. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മിക്കവാറും പല രോഗങ്ങൾക്കും ധാരാളമായ വേദനകൾ ഉണ്ടാകും, പലവിധ കണ്ണിന്റെ കാഴ്ചക്കുറവ്, കേൾവി കുറവ്, ഒത്തിരി പ്രശ്നമുണ്ടാകും. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അധികരിച്ചിട്ട് ഈ ഹെൽത്തി ഏജിങ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയുർദൈർഘ്യം കൂട്ടാൻ ആഡിങ് ഇയേഴ്സ് ടു ലൈഫ് എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആഡിങ് ലൈഫ് ടു ഇയേഴ്സ്. നമ്മുടെ സജീവമായിട്ടുള്ള ജീവിതം, ആരോഗ്യം നിലനിർത്താൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതിനാവശ്യമായ ചില ടിപ്പുകളാണ് എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാറുള്ളത്. നമ്പർ 1, നേരത്തെ പറഞ്ഞ ധാരാളം രോഗങ്ങൾ ഉണ്ടാവും, ധാരാളം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. മിക്കവാറും കേരളത്തിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ 55-60 വയസ്സിന് മേലെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഒരേ സമയം 10-15 രോഗങ്ങൾ ഉണ്ടാവും. പ്രായമായിട്ട് പ്രമേഹം ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, രക്താതിമർദ്ദം ഉണ്ടാകും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, കിഡ്നി രോഗങ്ങളുണ്ടാകും, കരൾ രോഗങ്ങളുണ്ടാകും, ശ്വാസകോശ രോഗങ്ങളുണ്ടാകാം, മാംസപേശികൾക്ക് വലിയൊരു തേയ്മാനം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടാകും, പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകും, ധാരാളം ഒട്ടുമിക്ക പ്രശ്നങ്ങൾ. ഇതൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആട്രോജനിക്ക് മരുന്ന് ജന്യമായിട്ടുള്ള ഔഷധജന്യമായിട്ടുള്ള രോഗങ്ങൾ വേറെ ഉണ്ടാകാം. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രായമായ ആളുകൾ അവർ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നതിനൊക്കെ ചെറുപ്പത്തിലെ യൗവനകാലത്ത് തയ്യാറാകേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്പുകൾ പറയാം. ഒന്നാമത്, മരുന്നുകൾ കഴിക്കുമ്പോൾ
നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രോഗങ്ങളിൽ പലപ്പോഴും പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ രോഗങ്ങളൊക്കെ സ്ഥായിയായ രോഗങ്ങളാണ്, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ക്രോണിക് ഡിസീസസ് ആണ്. അതൊന്നും മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ പരമാവധി നിയന്ത്രണ വിധേയമാക്കി വേണം ജീവിക്കാൻ. പ്രമേഹമായാലും രക്താതിമർദ്ദമായാലും കൊളസ്ട്രോൾ, വാട്ടബറ്റിസ്. അപ്പൊ അത് വെച്ചുകൊണ്ടിരിക്കുക. സമയാസമയങ്ങളിൽ ഡോക്ടർമാരെ കാണാൻ അവരുടെ ഫാമിലി ഫിസിഷ്യനെയോ ഒരു ജീറിയാട്രിഷനോ കാണുക, അതിന് ശ്രദ്ധിക്കുക. അതിന് ഈ പ്രായമായ രോഗങ്ങളുടെ എല്ലാ സമഗ്രമായി വീക്ഷിക്കുമ്പോൾ അതിന് പരിഹാരം ഒരിക്കലും ഈ ഒരു സ്റ്റാർ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടുപോകും. അതിനെക്കുറിച്ച് പിന്നെ അടുത്ത സെഷനിലേക്ക് ചോദിക്കുമ്പോൾ വരാവുന്നതാണ്. മരുന്നുകൾ കഴിക്കുകയും സ്ഥിരമായിട്ട് തങ്ങളുടെ ഡോക്ടറെ കാണുകയും ചെയ്തുകൊണ്ട് അസുഖങ്ങൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുക. ഈ പ്രായമാകുമ്പോൾ പല മരുന്നുകൾ കഴിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉറക്കം ഇല്ലെങ്കിൽ, ശോധന ഇല്ലെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ, ഈ 3 തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്കും കഴിക്കേണ്ട മരുന്നുകൾ വളരെ ശ്രദ്ധയോടുകൂടി, അവധാനതയോടുകൂടി ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ല കഴിക്കാൻ പാടില്ല. ഓവർ ദി കൗണ്ടർ പർച്ചേസ് ഓഫ് മെഡിസിൻസ്, എസ്പെഷ്യലി വേദനസംഹാരികളും ഈ ആന്റിബയോട്ടിക്സും കഴിക്കാൻ പാടില്ല. ഡ്രഗ് ഇന്ററാക്ഷൻ വളരെ കൂടുതലുള്ള സമയമാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു മരുന്ന് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് വൃക്കകൾ വഴിയോ അല്ലെങ്കിൽ ലിവർ വഴിയോ അത് എക്സ്പ്ലീറ്റ് ചെയ്യാനുള്ള കഴിവ് പുതിയ പ്രായമാകുമ്പോൾ കുറയും. മെറ്റബോളിക് ക്ലിയറൻസ് കൊണ്ട് കുറയും. അതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരിക്കലും സൂഡോ സയൻസിന്റെയും ഈ റോങ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിൽ പുറകിൽ പോകാതിരിക്കുക. ഒരു ശാസ്ത്രീയമായ അവബോധമുള്ള ചികിത്സയുടെ കീഴിൽ വേണം ചികിത്സ ആരംഭിക്കുന്നത്, ആരോഗ്യ പ്രവർത്തകന്റെ കീഴിൽ. അത് മതി. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഈ പ്രായമാകുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ഹെൽത്തി ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും അധികം വെജിറ്റേറിയൻ കഴിക്കുക, നോൺ വെജിറ്റേറിയൻ പരമാവധി കുറയ്ക്കുക, നാരുകളുടെ ഭക്ഷണം കഴിക്കുക, ധാരാളം ഫ്രൂട്ട്സും ഈ പച്ചക്കറികളും കഴിച്ചുകൊണ്ടിരിക്കുക. ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ, കിഡ്നി രോഗം ഉള്ളവർക്ക് എന്നും ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നിയന്ത്രണം വേണം. 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. വെള്ളം അധികം കഴിക്കാൻ പാടില്ലാത്ത രോഗികളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് വെള്ളം നല്ലോണം കഴിക്കുക. 20 മിനിറ്റെങ്കിലും സൂര്യപ്രകാശം കൊള്ളുക. പിന്നെ എക്സർസൈസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധ്യമാകുന്നിടത്തോളം ഓരോ രോഗി, കിടപ്പ് രോഗിയാണെങ്കിൽ പോലും അനക്കാൻ കഴിയുന്ന ജോയിന്റുകളും അനക്കാൻ കഴിയുന്ന മാംസപേശികളും അനക്കിയേ പറ്റൂ. ഇത് തോന്നുന്നത് ഈ റൗണ്ടിൽ എന്റെ വിവരണം നോക്കാൻ കഴിയും. ബാക്കി അടുത്തത് പറയാം. ശ്രീ ബിനോയ്, ഈ അസാധാരണ രോഗം തന്നെയാണ് ഈ അൽഷിമേഴ്സ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തില് അദ്ദേഹം അച്ഛന് വന്ന രോഗാവസ്ഥയെ കുറിച്ച് പറയുമ്പോഴേ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, തലച്ചോറിന്റെ ഇന്ദ്രജാലം. അതായത് ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്ന ഗൃഹനാഥനായിരുന്ന, വീട്ടിലെ ഏണിംഗ് മെമ്പറായിരുന്നയാള് പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് ഓർമ്മക്കുറവാണ് ആദ്യം അനുഭവപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹം മറവിയുടെ മറ്റു ചില തലങ്ങളിലേക്ക് പോകുന്നു. അടുത്ത ഒരു ഘട്ടം എത്തുമ്പം അദ്ദേഹം വീട്ടിലെ കല്യാണം ക്ഷണിക്കാൻ വന്ന ബന്ധുവിനോട് മകള് മരിച്ചുപോയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ അസാധാരണമായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ നേരിട്ടു? അല്ലെ ഇത് വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു രോഗം വീട്ടിൽ ആർക്കെങ്കിലും വരുമ്പോൾ നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില പൊതുവായ കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്യും. നേരത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആദ്യമേ പറയട്ടെ, അൽസൈമേഴ്സ് എന്നുള്ളത് ഒരു വാർദ്ധക്യ രോഗമല്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. വാർദ്ധക്യത്തിൽ മാത്രം വരുന്ന രോഗമല്ല, പക്ഷെ വാർദ്ധക്യമുള്ളവർക്കാണ് അത് കൂടുതൽ. പക്ഷെ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ, അതായത് ഈ ഡിമെൻഷ്യ അൽസൈമേഴ്സ് തമ്മിൽ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ പലപ്പോഴൊക്കെ ഉണ്ട്. ഡിമെൻഷ്യ എന്നുള്ളത് വളരെ വലിയൊരു അമ്പർലയാണ്. അതായത് മറവി, കോഗ്നിറ്റീവ് നമ്മളുടെ പ്രശ്നങ്ങള്, ഇങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നിട്ടാണ് ഡിമെൻഷ്യ. പല രീതിയിൽ വരാം. അതിൽ ഒരു ഡിമെൻഷ്യ വരാവുന്നതിൽ ഒരു രോഗം മാത്രമാണ് അൽസൈമേഴ്സ്. അപ്പൊ അൽസൈമേഴ്സ് ഇതേപോലെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് വലിയ അഡ്വൈസ് ഒന്നും തരാനില്ല. അതിന്റെ ഇപ്പോഴും അതിന് മരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതിന് വ്യക്തമായ ധാരണയില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഇൻഡിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ചില ബ്രെയിനിലുള്ള ചില പ്രോട്ടീൻസ്, അതായത് ബീറ്റ അമിലോയിഡ്സ്, ടൗ പ്രോട്ടീൻസ്, ഇതിന്റെയൊക്കെ ഒരു ആധിക്യമാണ് ഈ ന്യൂറോ ഡിജനറേറ്റീവ് ആയിട്ടുള്ള ഈ അസുഖം വരാനുള്ള കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഡിമെൻഷ്യ അസുഖങ്ങൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ, ഒരു വാസ്കുലർ ഡിമെൻഷ്യ, ഹാർട്ടിന് സംഭവിക്കാവുന്നത് പോലെ, ഒരു സ്ട്രോക്ക് പോലെ നമുക്ക് ബ്രെയിനിന് വരാം. ഇത് ബ്രെയിൻ ഡിസീസാണ് ഏതായാലും. അപ്പോ ആ ബ്രെയിൻ ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി ഹാർട്ടിന് ഇതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നു
അതെല്ലാം തന്നെ ഈ ഡിമെൻഷ്യയ്ക്ക് വേണ്ടിയും എടുക്കണം. ഇതാണ് ഡിമെൻഷ്യ വരാതിരിക്കാൻ. പിന്നെ വരാതിരിക്കാനുള്ള മറ്റു കാര്യങ്ങൾ സാധാരണമാണ് നമ്മൾ മാക്സിമം സോഷ്യലൈസ് ചെയ്യുക, യാത്രകൾ പോവുക, പുതിയ ഒരു ലാംഗ്വേജ് പഠിക്കുക, പുതിയ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സന്തോഷിക്കുക. ഇതെല്ലാം തന്നെ നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഡിമെൻഷ്യ വരാനുള്ള ചാൻസ് കുറയും. പക്ഷെ നമുക്ക് ആ ഒരു ഗ്രേ ഏരിയ ഉണ്ടല്ലോ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ ഡീജനറേറ്റീവ് കാര്യങ്ങൾക്ക് ഇതിന് വലിയ കാര്യമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതാണ് ഇതിന് ജനറലായിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ ഇത് ചെയ്യണം എന്നുള്ളതിന് മെഡിക്കൽ കമ്മ്യൂണിറ്റി പറയുന്നത്, നമുക്ക് അവസാനം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ബ്രെയിനിന്റെ സെല്ലുകൾ. ഈ മെഡിക്കൽ സയൻസ് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അതാണ് പറയുന്നത്. എന്ത് പഠിക്കുന്നതും അതൊരു പുതിയ സെല്ലുകളും പുതിയ ന്യൂറോ പാത്തുകളായിട്ട് ഡെവലപ്പ് ചെയ്യും. നമ്മൾക്ക് ഈ ഞാൻ അധികം സയന്റിഫിക്സ് ആയിട്ട് പറയുകയല്ല, ജസ്റ്റ് ഒന്ന് ഒരു അവയർനെസ്സിന് വേണ്ടി പറയുന്നുള്ളൂ. ഈ നമുക്ക് മാക്സിമം ഈ സെല്ലുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് ബാധിക്കുന്ന അസുഖം വളരെ സ്ലോയിലാണല്ലോ പ്രോഗ്രസ് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ അത്രയും ഇതിലേക്ക് എത്താൻ വേണ്ടി കുറെ സമയം എടുക്കും. അതായത് ഒരു റിസർവോയർ, കോഗ്നിറ്റീവ് റിസർവോയർ എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഉദ്ദേശിച്ചുള്ളൂ. നമ്മളൊരു ചെറിയ കുപ്പിയിലേക്ക് ഒരു തുള്ളി മഷി ഒഴിച്ചാൽ അത് പെട്ടെന്ന് പടരും. അതേസമയം വലിയൊരു ടാങ്കിലേക്ക് ഇത് എത്തിച്ചാൽ അത് താഴേക്ക് എത്താൻ വേണ്ടി വളരെയധികം സമയം എടുക്കും. അപ്പൊ ആ ഒരു ബ്രെയിനിന്റെ സൈസ്, ഈ ഒരു കോഗ്നിറ്റീവ് സൈസ് കൂട്ടുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി ജനറലായിട്ട് പറയുന്നത്. അപ്പോ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ അതിന് ശേഷം പറയുന്നതായിരിക്കും. നമ്മൾ ഈ രോഗത്തെ കുറിച്ച് ഈ ചർച്ചയിൽ ഉന്നയിച്ചത് വേറൊന്നും കൊണ്ടല്ല, പ്രായമായവർക്കെല്ലാം മറവി രോഗം വരുമെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു അസാധാരണ രോഗാവസ്ഥയായതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അസുഖം വന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഈ സമൂഹം മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതായതുകൊണ്ട് മാത്രം ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി ശ്രീ ടോം ജോർജ്, അദ്ദേഹം ഈ പ്രായമായവരെ, അതായത് പ്രായമായ അവസ്ഥയെ നമുക്ക് പലതായിട്ട് തിരിക്കാം. അതായത് ഇപ്പൊ 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരാളിനെ 70-75 വയസ്സ് വരെ അനായാസം സാധാരണ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാം. അതിനുശേഷം 80 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കുറച്ച് കെയർ ആവശ്യമുണ്ടാകും. അത് കഴിഞ്ഞുള്ള ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടെ കെയർ ആവശ്യമുണ്ടാകും. ആ കെയർ ആവശ്യം വരുന്ന ഒരു ഘട്ടത്തിൽ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അത് പ്രായമായ ആളിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ അത് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. എനിക്ക് ഇത് പറയാനായിട്ടുള്ള വലിയ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഞാനൊരു IT മേഖലയിൽ നിന്ന് രോഗി ശുശ്രൂഷയിലേക്ക് വന്ന ആളാണ് ഒരു 12 വർഷം മുമ്പ്. അതും തികച്ചും ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ചലഞ്ചസ് നേരിട്ടത് കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ഹോം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ എന്തുകൊണ്ടായിക്കൂടാ, മറ്റു രാജ്യങ്ങളിലുള്ള പോലെ എന്ന് ചിന്തിച്ചു തുടങ്ങിയതും അങ്ങനെ ഒരു മേഖലയ്ക്ക് ഒരു പൈനിയർ ആവാൻ സാധിച്ചു. 12 വർഷമായിട്ട് വലിയ തട്ടുകേടില്ലാതെ പോകുന്നു എന്നുള്ളത് പറയും. ലോകമെമ്പാടും ആൾക്കാര് പ്രായമേറിയവരെ പറ്റി ആദി ആണ് എന്ന് കരുതേണ്ട. there are very many good aspects. ഒത്തിരി നല്ല നല്ല കാര്യങ്ങളും ഉണ്ട് പ്രായമായവരെ കൊണ്ട് ചെയ്യും നമുക്ക് നേടണം. അപ്പൊ ഹെൽത്തി ഏജിങ്ങിനെ പറ്റി പറയുമ്പോൾ അവരെ പ്രൊഡക്റ്റീവ് ആക്കുന്നതിനെ പറ്റിയൊക്കെ ഇനി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു ടേം വന്നിരുന്നത് ഒരു ഗ്രേ സുനാമി എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഗ്രേയിങ് എയർ, ഗ്രേ സുനാമി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഗ്രേ സുനാമി എന്നുള്ള ഒരു ടേം വരാനുള്ള കാര്യം ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും, പ്രത്യേകിച്ചും 1960കളിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു മേജർ ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ ഒത്തിരി ആൾക്കാർ വേണം ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാൻ എന്നുള്ളതിന്റെ പേരിൽ ഇഷ്ടംപോലെ പിള്ളേരാവട്ടെ എന്ന് ആലോചിച്ച അമേരിക്കക്കാരാണ്. അന്ന് ഉണ്ടായ പിള്ളേർക്ക് ഇപ്പൊ 60 വയസ്സിന് മേലെയാണ്. അവർക്ക് മക്കള് പലർക്കും ഇല്ല, ഒരു ഫാമിലി ലൈഫിൽ വിശ്വസിക്കുന്നില്ലാത്ത ആൾക്കാരും ഒക്കെ ആയപ്പോൾ ദേ ആർ ലിറ്ററലി ലെഫ്റ്റ് അലോൺ. അവർക്ക് മക്കളായിട്ട്, പ്രത്യേകിച്ചും അമേരിക്കയിലെ ഒരു
കൾച്ചർ അനുസരിച്ച് അങ്ങനെ ഇല്ലതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഒരു ഗ്രേ സുനാമി. പ്രായമായവരുടെ എണ്ണമേറി വരുന്നു. ഇതൊരു ചലഞ്ചായി മാറുന്നു. പ്രത്യേകിച്ചും ഡെവലപ്പ് രാജ്യങ്ങളിലൊക്കെ ഗവൺമെന്റ് തന്നെ എൽഡർലി കെയറിൽ ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മേഖലയില്ല. ഇന്ത്യയിൽ അത്രയും സപ്പോർട്ട് മെക്കാനിസമേ ഇല്ല. നമ്മളുടേതായിട്ടുള്ള കൾച്ചറിൽ മക്കൾ നോക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ മാറി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയിലും കേരളത്തിലും ചൈന പോലെ തന്നെ ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട് കേരളത്തിലിപ്പോൾ. ഒന്ന്, ഇന്ത്യയിലെ ഇപ്പോൾ പോപ്പുലേഷൻ കൂടിയാണെങ്കിൽ അതിനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാനാണെങ്കിൽ 2080 ആവുമ്പോൾ ചൈനയിലെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പകുതിയായിരിക്കും. Can you imagine? അത് ഇന്ത്യ അതുപോലെ സ്പീഡിൽ പോകുന്നതുകൊണ്ടല്ല, ചൈന അത്രയും സ്പീഡിൽ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. വിത്ത് ദാറ്റ് ഇൻ മൈൻഡ്, ഈവൻ എന്നിട്ട് പോലും അവിടെ ചെയ്യുന്ന ഒരു കാര്യം, അവിടെ കിൻഡർ ഗാർഡൻസ് ആർ ബിക്കമിങ് അഡൽട്ട് ഡേ കെയർ സെന്റേഴ്സ്. കാരണം അടുത്ത് പിള്ളേരില്ല അവിടെ പഠിക്കാനായിട്ട്. ഒരു സാഹചര്യം മാറി വരുന്നു. പക്ഷെ നമ്മൾ ഈ ഇതിന്റെ പോസിബിലിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ എന്തൊരു 56 വയസ്സിൽ റിട്ടയർ ചെയ്യണം എന്നുള്ളതും ഒക്കെ എനിക്ക് തോന്നുന്നു വിഷയമാകേണ്ടതാണ്, സംസാരത്തിന് വിഷയമാകേണ്ടതാണ്. ഞാൻ കെയറിലേക്ക് വരാം. രോഗി ശുശ്രൂഷയെ പറ്റി സുഭാഷ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. രോഗി ആവണമെന്നില്ല ശുശ്രൂഷയ്ക്ക്, എല്ലാവരും രോഗി ആയിക്കൊള്ളണമെന്നില്ല. ആൻഡ് കെയർ ഡസന്റ് മീൻ ഒരു നേഴ്സിംഗ് കെയർ. കെയർ ഓൾസോ മീൻസ് ഒരു അസിസ്റ്റീവ് സപ്പോർട്ട്, കമ്പാനിയൻഷിപ്പ് പലതുമാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കെയറിന്റെ മേഖലയിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്. പ്രായം കുറഞ്ഞ ആൾക്കാർക്കും ഒരു ആക്സിഡന്റ് വന്ന ഒരാൾക്ക് സർജറി കഴിഞ്ഞാൽ കെയർ ആവശ്യമായിരിക്കാം വീട്ടിൽ ടെമ്പററി. പക്ഷെ ചിലർക്ക് എൽഡർലി എത്ര കാലമെന്ന് അറിയത്തില്ലാത്ത പോലെ ഇനി മുന്നോട്ട് സപ്പോർട്ട് വേണ്ടിയതുമുണ്ട്. നമ്മുടെ ഒരു ചാലഞ്ച്, ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ല, മക്കളൊക്കെ വിദേശത്ത് പോകുന്നു. അപ്പം ആലോചിച്ച് തുടങ്ങുകയാണ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ആക്കിയാൽ നാട്ടുകാരെന്ത് പറയും? ഇതൊരു വലിയ കൺസേൺ ആണ് കേട്ടോ, പലർക്കും ആക്കിയാൽ നാട്ടുകാർ. ആൻഡ് ഇഫ് യു ആസ്ക് മീ, ഞാൻ ഒരു ആർഡൻ ബിലീവർ ആണ്. വീട്ടിൽ തന്നെയാണ് കെയർ വേണ്ടിയത്. ഈവൻ അമേരിക്കയിൽ കൂടിയും 90% മുതലേ ആൾക്കാരും ആഗ്രഹിക്കുന്ന സ്വന്തം വീട്ടിൽ കെയർ കിട്ടാനാണ്. വിവാഹമില്ലാത്തതുകൊണ്ട് കെയർ ഹോംസിൽ പോകുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കെയർ പോകുന്നു. അപ്പൊ വീട്ടിൽ തന്നെയാണ് കെയർ. ഇഫ് യു ക്യാൻ ഡെലിവർ ദ ബെസ്റ്റ് പോസിബിൾ കെയർ അറ്റ് ഹോം, വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പറ്റുമോ? ഏറ്റവും നല്ല രീതിയിലുള്ള ശുശ്രൂഷ നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കേണ്ട വേണ്ടത്. ഇങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുമാണ് ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ എന്ന് പറയുന്ന സ്ഥാപനം. ആൻഡ് വൺ അതർ തിങ് ഇസ്, കെയർ നമ്മുടെ പണ്ട് കാലത്ത് തൊട്ട് ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കിക്കൊള്ളും. തീർച്ചയായിട്ടും പ്രായമുള്ളവരുള്ളപ്പോൾ വീട്ടിൽ മറ്റുള്ളവർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയും ഉണ്ടാവും. മക്കളെ പോയിട്ടുള്ള വിദേശത്ത് സാഹിബിനെ ശുശ്രൂഷിക്കാനായിട്ട് മക്കളെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ നോക്കാനായിട്ട് നമ്മുടെ മേ ബി സഹധർമ്മിണി ഉണ്ടാവാം, അല്ലെങ്കിൽ അനുജൻ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരെയും എംപവർ ചെയ്യണം. അവർ ഹെൽത്തി ആണെങ്കിൽ അവരെ എംപവർ ചെയ്യാൻ പറ്റുമോ? അവർക്ക് കെയർ സ്കിൽസ്, കെയർ ഗിവിങ്ങിനുള്ള സ്കിൽസ് കൊടുക്കാൻ പറ്റുമോ? അവരെയും ഇൻഫോംഡ് ആക്കാൻ പറ്റുമോ? എങ്ങനെ ബേസിക് അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് അവരെയും എംപവേർഡ് ആക്കുക. വെൻ യു നീഡ് പ്രൊഫഷണൽ ഹെൽപ്പ്, ഗോ ഫോർ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. ആ ഓർഗനൈസേഷൻസിന് ഡോക്ടേഴ്സ് ഉണ്ടാവും. വീട്ടിലേക്ക് എത്തട്ടെ കെയർ. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന വീട്ടിൽ, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ മക്കളുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിനോട് കൊച്ചുമക്കൾ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ഒരു കെയർ ഹോമിൽ ഒരു മക്കളുടെ ആരും പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മളെ ക്ലബ് ചെയ്ത് കാണുന്നതിന് കണ്ടും സൗകര്യം നമുക്ക് സന്തോഷം കിട്ടുന്നതല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഐ എം നോട്ട് സേയിങ് ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കെയർ. ഇൻസ്റ്റിറ്റ്യൂഷൻ കെയറും ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഹോം കെയറിനേക്കാളും there's no other better കെയർ than ഹോം കെയർ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. താങ്ക് യു. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പ്രായം, പണ്ട് പ്രായം നമ്മൾ ആഘോഷിച്ചിരുന്നത് 60 വയസ്സാകുമ്പോൾ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞ് 80 വയസ്സാകുമ്പോൾ പിന്നെ ഒരു ആഘോഷം. അപ്പൊ അതിനെക്കുറിച്ച് അടുത്ത കാലത്ത് നമ്മുടെ എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞത്, ഈ പ്രായം കൂടുന്നത് ആഘോഷിച്ച് അവരെ ഒരു മൂലക്കിരുത്തുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ അദ്ദേഹം ഏതാണ്ട് 75 വയസ്സ് കഴിഞ്ഞ ഒരാളായതുകൊണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു പ്രസക്തിയുണ്ട്. അപ്പൊ ഈ പ്രായം ആഘോഷിച്ച്
പ്രായം ആഘോഷിക്കേണ്ടതല്ല, ആഘോഷിക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം ആഘോഷിക്കുന്നു. ഞാനിപ്പോ കൂടുതൽ സ്വതന്ത്രനായി, എനിക്കിപ്പോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയമുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പ്രായം കൂടുന്നതിനെ ആഘോഷിക്കാം. അല്ലാതെ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു മട്ടിൽ ഈ പ്രായമാകുന്ന ഒരു ഘട്ടത്തെ കാണേണ്ട കാര്യമേ ഇല്ല. അപ്പൊ അതേക്കുറിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോ പുറപ്പെടുവിച്ചിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ, അതായത് ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, പ്രായം കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രായം കൂടുന്നത് എങ്ങനെ, കൂടുതൽ ഏജ് കൂടുമ്പോൾ നമുക്ക് എങ്ങനെ ആഹ്ലാദകരമായി ജീവിക്കാം, അതേക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് 4 കമ്പോണൻസ് ആണ്. പ്രധാനമായി നമ്മൾ പറയുന്നത് 3 കമ്പോണൻസ് ആണ്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആണ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സൗഖ്യാവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. പ്രായമാകുന്ന ആളുകൾ വരുമ്പോൾ അവർ 4ാമത്തെ ഘടകം കൂടി കൂടുന്നത് സ്പിരിച്വൽ ഹെൽത്ത് ആണ്, ഒരു ആത്മീയമായ കാര്യങ്ങൾ. പക്ഷേ ഇത്ര ഭൗതികവൽക്കരണം നടന്ന ഒരു സമൂഹത്തിൽ ചെറുപ്പക്കാരോട് നമുക്ക് ആത്മീയതയെ കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റില്ല. എങ്കിലും തീർച്ചയായും നമുക്ക് പ്രായമുള്ള ആളുകളുടെ ആത്മീയതയെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോ നേരത്തെ പറഞ്ഞതിന് ബാക്കി പറയാനുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രായമാകുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സിദ്ധി അല്ലെങ്കിൽ ഒരു പൊസഷൻ എന്ന് പറയുന്നത് അയാളുടെ മനസ്സാണ്, മാനസികാരോഗ്യം എന്നുള്ളത്. അപ്പം മനസ്സിലെ പോസിറ്റിവിറ്റിയും മനസ്സിലെ ചുറുചുറുക്കും അതിന്റെ എനർജിയും എത്രത്തോളം നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് ഓരോ വ്യക്തിയും തന്റെ മധ്യവയസ്സ് മുതൽ തൊട്ട് തന്നെ അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്തിട്ട് സജീവ വിഷയമാകേണ്ടതുണ്ട്. ഒരിക്കലും പ്രായമാകുകയെന്ന് വീട്ടിലെ മുത്തച്ഛനെ കാണുമ്പോൾ ചിന്തിക്കുന്ന കുട്ടിയല്ല നമ്മുടെ മാതൃക. അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ അണുകുടുംബ വ്യവസ്ഥകളിൽ പ്രത്യേകിച്ച് നഗരവൽക്കൃത അർബനൈസ്ഡ് ഫാമിലീസിലാണ് ഈ പ്രായമായ ആളുകൾ കുറെ കൂടെ സർഗാത്മകമായി ക്രിയാത്മകമായി ഉൾക്കൊള്ളപ്പെട്ടിട്ടുള്ളത് നാട്ടിൻ പുറങ്ങളിലാണ്. ദരിദ്ര സോഷ്യോ എക്കണോമിക്കലി പൂറായിട്ടുള്ള കുറച്ചുകൂടെ താഴെയുള്ള സാമൂഹികവും സാമ്പത്തികവുമായി കുറെ കൂടെ താഴെ നിൽക്കുന്ന കുടുംബങ്ങളിലാണ് നാട്ടിൻ പുറങ്ങളിൽ കുറെ കൂടെ മനോഹരമായ രീതിയിൽ വയോജനങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നത്. ഈ നമ്മൾ ഇത്രയും സംസാരിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് നഗരവൽകൃത അണുകുടുംബങ്ങളിലെ മക്കളില്ലാത്ത വീടുകൾ, മക്കളൊക്കെ പല ഭൂഖണ്ഡങ്ങളിലേക്കും ഈ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒറ്റപ്പെട്ടു പോകുന്ന ഈ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരമായി വരുന്ന കുടുംബങ്ങളിലാണ്. പലപ്പോഴും അത് ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, വലിയ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, വലിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോ പ്രായമാകുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒറ്റപ്പെടൽ ഒഴിവാക്കണം. അതിനെന്ത് സാധിക്കും? അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് സജീവമാകാൻ ശ്രമിക്കണം. നമ്മൾ എൻഗേജ് മെന്റലി. അപ്പൊ അതിന് പറ്റിയ പല സംഗതികളുണ്ട്. ഒന്ന്, നമുക്ക് ഈ നടക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ കണക്ഷൻസ് പറ്റും. ഇലക്ട്രോണിക്കലി ഇപ്പൊ പല സ്കൂൾ പല സ്ഥലങ്ങളിലും പല SLC ബാച്ചുകൾ, പല പ്രീ ബാച്ചുകൾ, പല ഡിഗ്രി ബാച്ചുകളൊക്കെ ആളുകൾ കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ട്. വൃദ്ധകാല സ്ത്രീകളുടെ ഈ നൃത്ത സംഘങ്ങളുണ്ട് കോഴിക്കോട്ടൊക്കെ. 2 പേഷ്യൻസ് ഉണ്ട് അങ്ങനെ. 65 വയസ്സായ സ്ത്രീകൾ മാസത്തിൽ ഒരു പ്രാവശ്യം കാണുകയും അവര് ഒന്നിച്ച് ഇരുന്നിട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന സംഗതികളുണ്ട്. ഈ കണക്ഷൻ ആവശ്യമാണ്. പിന്നെ നമുക്കൊരു പുതിയ കലയോ പുതിയ അറിവോ സമ്പാദിക്കാൻ സമയം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ സംഗീതം പഠിച്ച ആളാണ്. എന്റെ കൂടെ സംഗീതം അഭ്യസിക്കാൻ പല ആളുകളും അന്നത്തെ ചെറുപ്പകാലത്ത് പലരും തന്നെ 60 വയസ്സ് കഴിഞ്ഞ റിട്ടയർഡ് പ്രൊഫസർമാരൊക്കെ ഉണ്ടായിരുന്നു. സമയമുണ്ട് അവർക്ക്. അപ്പോൾ അവർ സംഗീതം പഠിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഭാഷ പഠിക്കുന്നു, പുതിയ എന്തെങ്കിലും കാർപ്പൻട്രി പഠിക്കുന്നവരുണ്ട്, മേസൺട്രി പഠിക്കുന്നവരുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതിന് പുറമെ തന്നെ നമുക്ക് ഈ ചില ഭക്തി നല്ല കാര്യങ്ങൾ, ഭക്തി കൂടാൻ പാടില്ല മാത്രമേ. ഭക്തി കൂടിക്കഴിഞ്ഞാൽ അത് രോഗമായി മാറും. അങ്ങനെ എപ്പോഴും അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും പോയിരുന്നുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് ഞാൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കുറെ മെന്റലി ആക്റ്റീവ് ആക്കാൻ വേറെ വഴി വന്നാൽ എന്റെ പേഴ്സണൽ കാര്യം അഭിപ്രായം പറയുകയാണ്. അതുപോലെ തന്നെ സംഗീതം കേൾക്കാം, നമുക്ക് മറ്റ് ധ്യാനം ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം, അങ്ങനെ ഗാർഡനിങ് ചെയ്യാം, ചില ഹോബീസ് കൾച്ചർ ചെയ്യാം. റീഡിങ് നല്ലതാണ്. കണ്ടുകൊണ്ട് വായിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പൊ ഈ റീഡിംഗ് ഉണ്ട്. മറ്റേ നമ്മുടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വായിച്ചു കേൾപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാനുള്ളത്, നമുക്ക് കുട്ടികളെ ഇപ്പൊ സ്ഥിരമായി കേൾക്കുന്ന ഒരു പല്ലവിയാണ്, ഇപ്പോഴത്തെ യുവതലമുറക്ക് സ്നേഹമില്ല, അവർക്ക് വിനയമില്ല, ബഹുമാനമില്ല. അത് ഇപ്പോഴത്തെ കുട്ടികൾ, ടാഗോർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുട്ടികളെ അങ്ങനെ വിലയിരുത്താൻ പാടില്ല. കാരണം അവർ വേറൊരു കാലഘട്ടത്തിൽ വേറെ ചില മൂല്യങ്ങളുടെ പേരിൽ അതിലേക്ക് വിട്ടുവീണ ആളുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ അളക്കാൻ നമ്മളെ പ്രസക്തിയോടെ അവർ കാണാൻ പാടില്ല. അതുകൊണ്ട് ഈ ന്യൂ ജനുമായിട്ട് കുറെ കൂടെ ഒരു സിമുലേഷൻ ആയിട്ട് പോകുവാൻ പ്രായമുള്ള ആൾ സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം അത് പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ വാർദ്ധക്യം വരുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തിലെ നമ്മൾ കൊണ്ടു നടക്കുന്ന ചില കാർക്കശ്യങ്ങൾ, ചില പിടികാശികൾ, ചില ശാഠ്യങ്ങളൊക്കെ പ്രായമാകുമ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ബ്രെയിൻ്റെ പ്രത്യേകതയാണ്.
പലരും പറയാൻ അച്ഛൻ ഭയങ്കര വാശിയാണ്, ഭയങ്കര ശാഠ്യമാണെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശാഠ്യങ്ങൾ കുട്ടി ചെറുപ്പക്കാരൻ മുറി മുറിക്കാതെ വീട്ടിലേക്ക് വരുന്ന പേരക്കുട്ടിയെ കാണുമ്പോഴൊക്കെ ഹാളാകുന്ന ഒരു പ്രായമുള്ള ഒരാള് ഒരു ദുരന്ത കാഴ്ചയാണ്. കഴിയുന്നതും പറ്റുമെങ്കിൽ ഈ ചെറുപ്പക്കാരോട് അവരുടെ പാട്ട് താഴ്ന്ന തന്നുകൊണ്ട് അവരിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ പ്രായോഗിക രീതികൾ, ഇപ്പോഴത്തെ സ്വതന്ത്രമായ ചിന്താഗതി, നമ്മൾ കൊണ്ടുനടക്കുന്ന പല ചിന്താപരമായ ഭാണ്ഡങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഇല്ലാത്തതാണ്. അപ്പൊ അവരുടെ പോസിറ്റീവ് സാധനങ്ങളുണ്ട്. അവരെ കാണുവാൻ, അവരോട് നമ്മൾ ഒരു സിങ്ക് ആവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ പല നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ പിന്നെ അതിനൊക്കെ പുറമെ പരമാവധി വാക്കിംഗ് ടോക്കിംഗ് ആണ്. മൊബിലിറ്റി പ്രശ്നം ഇല്ലാത്തവർക്ക്, തിങ്കിങ് പ്രോബ്ലം ഇല്ലാത്തവർക്ക്, ഡിമെൻഷൻ ഇല്ലാത്ത, ഫോർഗറ്റ് മെമ്മറി ലോസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ വാർദ്ധക്യമാകുമ്പോൾ അവരുടെ പ്രത്യേകിച്ച് യങ് ഓൾഡ് എന്ന് പറഞ്ഞ ആളുകൾ, ഈ 60 മുതൽ 70 വയസ്സുള്ള യങ് ഓൾഡാണ്, 70 മുതൽ 80 വയസ്സ് വരെ മിഡിൽ ഓൾഡാണ്, എബവ് 80 ഓൾഡാണ്. അത് 40% ആളുകൾ കിടപ്പിലാണ്, 80% ആളുകൾക്ക്. ഈ 60 മുതൽ 70 വയസ്സുള്ള ആളുകൾക്ക് അത് നടക്കാൻ സാധിക്കും, ചിന്തിക്കാൻ സാധിക്കും. അവർ പഠിച്ച കാര്യങ്ങളും വിവരങ്ങളും അവബോധങ്ങളും അവരുടെ ജ്ഞാനവും അറിവും എല്ലാം തന്നെ അവരുടെ കയ്യിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് മുമ്പ് ചൊല്ലുകൊണ്ട് ഒരു പ്രായമുള്ള ആൾ മരിക്കുമ്പോൾ ഒരു ലൈബ്രറി കൂടിയാണ് അപ്രത്യക്ഷമാകുന്നത്. അതുകൊണ്ട് അവർക്ക് തങ്ങൾക്ക് കിട്ടിയ അറിവുകളും അവബോധങ്ങളും പരിജ്ഞാനങ്ങളും അത് ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ വേഗതയുടെ സമൂഹത്തിൽ അത് ആവശ്യമുള്ള ധാരാളം ആളുകളുണ്ട്, ധാരാളം സെഗ്മെന്റുകളുണ്ട്. അതിനുവേണ്ടി സർക്കാരിന്റെയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി നമ്മുടെ കയ്യിലുള്ള അറിവുകൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുക്കാനുള്ളതാണ് ജീവിതം എന്നുള്ള ആപ്തമായ ഒരു ഉദാത്തമായ ഒരു സങ്കല്പം പ്രാവർത്തികമാക്കാനുള്ള ഒരു സുവർണാവസരം കൂടിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. വാർദ്ധക്യം കൊടുക്കാനുള്ളതാണ്, കൊടുത്തു തീർക്കാനുള്ളതാണ്. അങ്ങനെ നിക്കോസ് കാസാൻസാക്കിസ് ഉദ്ദേശിച്ച പോലെ തന്റെ കയ്യിൽ മുഴുവൻ കൊടുത്തു തരുന്നതിന് ശേഷം വെറും അസ്ഥി പഞ്ചരമായിട്ട് മാത്രമേ ദൈവമേ തിരിച്ചു വിളിക്കാൻ പാടുള്ളൂ എന്ന് പ്രാർത്ഥനയുള്ളത് നിക്കോസ് കാസാൻസാക്കിസിന്റെ. അതങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടെ നമുക്ക് ലൈഫ് ടു യെസ്, നമ്മുടെ വർഷങ്ങൾക്ക് ഈ നീണ്ട ഈ ആയുർദൈർഘ്യത്തെ കുറെ കൂടെ സജീവമാക്കുവാനും കുറെ കൂടെ ക്രിയാത്മകമാക്കുവാനും സർഗാത്മകമാക്കുവാനും ഓരോ വ്യക്തിക്കും അവസരമുണ്ട്, അവസരം ഇല്ലാതില്ല. അപ്പൊ ഈ ഏകാന്തത ഇങ്ങനെയൊക്കെ നമുക്ക് ഏകാന്തം എന്ന് പറയുന്ന ഈ ദുരന്ത കടലിനെ നീന്തിക്കയറാനായിട്ട് നമുക്ക് ഇതൊക്കെ ചില ചെപ്പടി സാധിക്കും എന്ന് പറയട്ടെ. നമ്മൾ ഈ റിട്ടയർ ചെയ്ത കാലത്തെ കുറിച്ച് പറയുമ്പോഴേ ഡോക്ടർ പറഞ്ഞ ഈ അവസ്ഥകളൊക്കെ പലതും നമുക്ക് 80 വയസ്സിന് ശേഷം പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ ചെറുപ്പമാണെന്ന് വിചാരിച്ചത് തന്നെ മുന്നോട്ട് പോകാൻ. അതുപോലെ റിട്ടയർമെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേ 56 വയസ്സിൽ ഗവൺമെന്റ് സർവീസിൽ റിട്ടയർ ചെയ്യുന്നു, ബാങ്കുകളിലൊക്കെ 60 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു. പൊളിറ്റിക്സിലെ റിട്ടയർമെന്റ് പ്രായം എത്രയാണ്? അങ്ങനെ ഒരു പ്രായമുണ്ടോ? അപ്പോൾ വാസ്തവത്തില് കേരളത്തില് CPM-ല് ഔദ്യോഗിക പദവികൾ വഹിക്കുന്നതിനുള്ള പ്രായപരിധി 75 വയസ്സാണ്. BJP-യിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി 75 വയസ്സാണ്. ഈ രണ്ട് പാർട്ടികളും ഈ കാര്യത്തിൽ ഇളവുകൾ കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ് അങ്ങനെ ഒരു പ്രായപരിധി ഇപ്പോഴും വെച്ചിട്ടില്ല. അപ്പം 70 വയസ്സും 75 വയസ്സും 78 വയസ്സും ഒന്നും നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരു പ്രായമായി നമ്മൾ കാണേണ്ട കാര്യമേ ഇല്ല. അപ്പം ഈ പ്രായത്തിൽ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് ആണ് നമ്മൾ ഇതിന്റെ ഒരു ആരോഗ്യപരമായ ആസ്പെക്ട്സ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി. പ്രായമായി എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രായമായി എന്ന് തോന്നാതിരിക്കാനുള്ള, പ്രായമായി എന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് തന്നെ കരുതാം. ഈ ഡോക്ടറിന്റെ ആരോഗ്യപരമായ വശങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിലെ വാസ്തവത്തില് കേരളത്തിൽ ഇപ്പോഴും നമുക്ക് നമ്മൾ ഈ ഒരു പത്രത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ പ്രായമായി കഴിഞ്ഞ് ഒരുപാട് പേര് നമ്മളെ ഇടയ്ക്ക് വിളിക്കുകയും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഈ ഡോക്ടർ പറഞ്ഞ ഈ രോഷ പ്രകടനങ്ങളോ അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്നത് പോലുള്ള സാഹചര്യങ്ങളോ ഒക്കെ അതിനെ വാസ്തവത്തിൽ മറികടക്കേണ്ടത് ഓരോരുത്തരും സ്വയമാണെന്ന് പറഞ്ഞാലും സമൂഹത്തിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഡോക്ടർ? എന്ത് പറയും? അതായത് ഈ പ്രായമായവർക്ക് വേണ്ടി സമൂഹം പ്രായമായവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന എന്ന് പറയുന്നതിനെ കുറിച്ച് ഡോക്ടറുടെ ഒബ്സർവേഷൻസ്. ഒന്നാമത് ഈ പ്രായമായ വാർദ്ധക്യത്തെ സമീപിക്കുന്നത് 3 തലത്തിലാണ്. 1 വ്യക്തിതലത്തിൽ, 2 കുടുംബ തലത്തിൽ, 3 സമൂഹത്തിന്റെ തലത്തിൽ. അതിനുള്ളിലാണ് ഈ ഗവൺമെന്റ് ഒക്കെ വരുന്നത്. നമ്മുടെ സമൂഹം ഒട്ടും എൽഡർലി ഫ്രണ്ട്ലി അല്ല. നമ്മുടെ ഒരു ബസ്സിൽ കയറാൻ, ഒരു സ്പീഡിൽ പോകുന്ന ബസ്സിൽ കയറാൻ നമ്മുടെ നാട്ടിൽ മുട്ടുകഴിഞ്ഞ് പോയിട്ടുള്ള ഒരു പ്രായമുള്ള ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് തന്നെ കാണാൻ വരുന്ന ഓട്ടോറിക്ഷയിൽ 25-30 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ, കാരണം ഒരു മുട്ടുകഴിഞ്ഞ് പോയത് ഒരു ബസ്സിൽ കയറാൻ പറ്റില്ല. അപ്പൊ സമൂഹത്തിൽ ഈ ഒരു എൽഡർലി ലിറ്ററസി
സമൂഹത്തിൽ മൊത്തത്തിൽ അതിന്റെ ആപാലവൃദ്ധം ആളുകൾക്ക് ഒരു പരിധിയിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഇടങ്ങൾ, നമ്മുടെ പൊതു ഇടങ്ങൾ എങ്ങനെയാണ് എൽഡർലി ഫ്രണ്ട്ലി ആക്കി മാറ്റേണ്ടതെന്നുള്ളത്. നമ്മൾ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ, മാളുകളൊക്കെ തന്നെ പലതും എൽഡർലി ഫ്രണ്ട്ലി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അത് സജീവ വിഷയമായി മാറേണ്ടതായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഒരു വീട്ടിൽ അതിലുള്ള ഒരു ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഈ അണുകുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നിടത്ത് നമ്മൾ വളരുന്ന കുട്ടികൾക്ക് ആ ഒരു പ്രായമുള്ള ആളെ എങ്ങനെയാണ് ഒരു മധ്യവയസ്കനായ മകൻ ശുശ്രൂഷിക്കുന്നത് എന്ന് കണ്ടു പഠിക്കാൻ ഒരു അവസരമില്ല. പഴയ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ തെറ്റാണെന്ന് നമുക്ക് ഈ അണുകുടുംബം തെറ്റാണെന്ന് പറയാൻ വയ്യ. എങ്കിൽ പോലും അതങ്ങനെ ഒരു യൂണിവേഴ്സൽ ചേഞ്ചായി വന്നു പോയതാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രായമുള്ള ഒരാൾക്ക് ഒരു അൽഷിമർ പേഷ്യന്റ് ആയാലും അല്ലെങ്കിൽ കിടപ്പിലായ പക്ഷാഘാതം വന്ന് കിടപ്പിലായ പേഷ്യന്റ് സംസാരിക്കാൻ കഴിയാത്ത ഒരു പേഷ്യന്റിനെ അയാളുടെ മകനോ മകളോ മരുമകളോ നോക്കുന്നത് കണ്ടുപിടിക്കാൻ ഈ പറയുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് പിന്നീട് അവരുടെ വീട്ടിൽ ഒരു പ്രായമുള്ള ഒരാൾ വരുമ്പോൾ സ്വന്തം അച്ഛൻ പ്രായമായി കിടക്കുമ്പോൾ അവരെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ സാധാരണഗതിയിൽ ഡെവലപ്പ് സൊസൈറ്റിയിലൊക്കെ തന്നെ ഇത് കരിക്കുലത്തിന്റെ ഭാഗമായിക്കൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാനുള്ള ചില സംവിധാനങ്ങൾ കൂടി സമൂഹ തലത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അത് സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ടതായിട്ടുണ്ട്. അത് സർക്കാർ ഇതിലെ ഏജൻസികളുടെ ശ്രദ്ധ അതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ സിസ്റ്റം ഇപ്പൊ അത് അത്രയും എക്യൂപ്പ് അല്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹം ഇനിയും ഈ എൽഡർലി ഫ്രണ്ട്ലി ആയിട്ട് മാറാൻ അനേക കാല ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്കുണ്ടാകുന്ന ഈ പാർശ്വവൽക്കരിക്കപ്പെടലും ഈ പ്രശ്നങ്ങളുമാണ് നോക്കാം. ഈ സമൂഹം പ്രായമായവർക്ക് കൊടുക്കേണ്ട കെയർ, രോഗം വന്നവർക്ക് കുടുംബാംഗങ്ങൾ കൊടുക്കേണ്ട കെയർ, ഇത്തരം കാര്യങ്ങളില് ശ്രീ ബിനോയ് അച്ഛനെ 8 വർഷം മറവി രോഗം ബാധിച്ചപ്പോൾ കുടുംബം ഒന്നടങ്കം ആ അവസ്ഥയെ നേരിട്ടത് എങ്ങനെയാണ്? വളരെ എന്താ പറയേണ്ടത്, വളരെ മനസാന്നിധ്യത്തോടെ വളരെ ശ്രദ്ധാപൂർവം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തില് അച്ഛന്റെ ആ 8 വർഷക്കാലം കുടുംബം ഒന്നടക്കം, അതായത് മക്കളടക്കം, കൊച്ചുമക്കളടക്കമുള്ള ആളുകൾ അതിനെ ഹാൻഡിൽ ചെയ്തതിനെ കുറിച്ച് എല്ലാവരെയോടും പങ്കുവെക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊന്നും പുസ്തകം വായിച്ചതിൽ നിന്നാണ് ഇങ്ങനെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ സാറിന് പറഞ്ഞ നേരത്തെയുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മള് പുതിയ ജനറേഷനെ നമ്മൾ ഒരു ഓപ്പണായി നോക്കി കാണണം എന്ന് പറഞ്ഞത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം എന്റെ വീട്ടിലും ഇതേപോലെ കെയർ ഗീവിങ്ങില് കുട്ടികൾ വളരെയധികം ഇതില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ അച്ചാച്ചനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളെ കണ്ടാണല്ലോ അവർ പഠിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ അവരിപ്പോ ഞാൻ പുസ്തകത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവർക്കും ബാധകമാണ്, കുട്ടികൾക്കും ബാധകം. ഒന്ന്, നമ്മള് പരിചരണത്തിലുള്ള അറിവും പരിചരണത്തിലുള്ള ക്ഷമയും, ഇത് രണ്ടുമാണ് നമ്മൾ അൽസൈമറിലേക്ക് നയിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ ഈ ഏജിങ്ങിനെ നമ്മളൊരു പോസിറ്റീവായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ എനിക്ക് അൽഷീമേഴ്സിന്റെ അതൊരു ബുദ്ധിമുട്ടുണ്ട്, അത്ര പോസിറ്റീവ് അല്ല, പലപ്പോഴും ഒരു പോസിറ്റീവ് അല്ല. എന്നാലും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എനിക്ക് ബോധ്യപ്പെട്ടത്, എന്നിപ്പോ പേഴ്സണലായിട്ട് ബോധ്യപ്പെട്ടത്, നമ്മൾക്ക് ക്ഷമ എന്ന് പറയുന്ന സംഗതി ഒരു അൽഷീമേഴ്സ് പ്രൊനൗൺസിയേഷൻ അൽസൈമേഴ്സ് ആണ്. ഒരു അൽസൈമേഴ്സ് ആളെ നമ്മൾക്ക് പരിചരിച്ച് ഒരു വർഷം പരിചരിച്ചാൽ മതി, ഒരു മാസം പരിചരിച്ചാൽ മതി, ഒരു ക്ഷമയുടെ ഇതിലേക്ക് നയിക്കാൻ പറ്റും. 2, നമ്മള് സാറ് പറഞ്ഞ ഒരു കേസ്, നമുക്ക് ഈ വീട്ടിൽ തന്നെ പരിചരണം, അത് ഞാൻ അതിനൊന്നും ആഡ് ചെയ്യണേണ്. അതായത് വൃദ്ധജനങ്ങൾ എന്നുള്ളതിന് പകരം ഈ അൽസൈമേഴ്സ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് അൽസൈമേഴ്സിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ആദ്യത്തെ ഘട്ടങ്ങളിൽ ഈ ആള് രോഗി എന്ന് നമ്മൾ പറയാറില്ല, നമുക്ക് പ്രിയപ്പെട്ടവർ എന്നാണ് ഞാൻ എൻ്റെ ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. അങ്ങനെയാണ് പറയേണ്ടത്. കാരണം അവരൊരു രോഗിയാണെന്ന് നമ്മൾ പറയണമെന്നില്ല. ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവരൊരു പേഷ്യന്റ് ആണ്. അതായത് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാല് ഒരാൾ അസാധാരണ രീതിയിൽ പെരുമാറി തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടത്തെ കുടുംബം ഒന്നടങ്കം എങ്ങനെയാണ് നേരിട്ടത്? അത് നമുക്ക് ഈ ആദ്യമായിട്ട്, കാരണം ഒന്ന് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ അച്ഛന് വരുന്നു, അപ്പൊ നിങ്ങൾ തന്നെ സങ്കല്പിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ
വീട്ടില് അച്ഛന്റെ ടോയ്ലറ്റിൽ ഒരു പഴം ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ നമ്മളുടെ വീടുകളിൽ തന്നെ ചില പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും. ചിലപ്പോൾ നമ്മളുടെ റെഫ്രിജറേറ്ററിൽ നിന്നൊരു മൊബൈൽ ഫോൺ കിട്ടുന്നു, പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൽ നിന്ന് ചെക്ക് ലീഫുകൾ കിട്ടുന്നു, ബുക്കുകൾ കിട്ടുന്നു. ഇതൊക്കെ ഒരു അസ്വാഭാവികമായ മറവികളാണ്. നമ്മൾക്കൊക്കെ മറവികളുണ്ട് ഇല്ലെന്നില്ല, പക്ഷെ ഇത് വളരെ അസ്വാഭാവികമായ മറവികളാണ്. അങ്ങനെയാണ് മറവികൾ കണ്ടു തുടങ്ങുന്നത്. ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇവർക്ക് ടെക്നിക്കലി പറയുകയാണെങ്കിൽ, മെഡിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ ഹ്രസ്വകാല ഓർമ്മകൾ, അതായത് റീസെന്റ്ലി നടന്നു പോയ കാര്യങ്ങൾ അവർ മറന്നു പോകും. പഴയ കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ടാവും. അപ്പോ രോഗത്തെ പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാർ പറയും പഴയ കാര്യങ്ങളൊന്നും നല്ല ഓർമ്മയാണ് ആൾക്ക്, എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഓർക്കുന്നില്ല. അപ്പൊ ഇയാള് മറവി അഭിനയിക്കുകയാണോ എന്നുള്ളൊരു സംശയം നമുക്ക് വരും. അവിടെ മുതൽ നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങും. വീട്ടില് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ഘട്ടം വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവർ നമ്മളെ സംശയിക്കും. പാരനോയിയ എന്ന് പറഞ്ഞൊരു, ഈ പുസ്തകം വായിച്ചപ്പം ഉണ്ടായ ഒരു വലിയൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഉണ്ടായ ഒരു വലിയൊരു ധാരണ എന്താണെന്ന് വെച്ചാല്, പ്രായമായി കഴിഞ്ഞ് വളരെ വിചിത്രമായി പെരുമാറുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ സ്വഭാവത്തിൽ സംഭവിച്ച എന്തോ ഒരു വലിയ വ്യതിയാനമാണ്, അല്ലെങ്കിൽ അവരെന്തോ പ്രായമായി കഴിഞ്ഞപ്പോൾ വളരെ വളരെ മോശക്കാരായി മാറി എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്. ഈ പുസ്തകം ആണ് സത്യത്തിൽ ആ കാര്യത്തിൽ ഒരു വലിയ തിരിച്ചറിവ്, അതേക്കുറിച്ച് കൂടുതൽ അറിയാത്ത നമുക്കൊക്കെ തന്നത്. അതല്ല, ഇതൊരു മനുഷ്യന്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളെ തുടർന്ന് ഉണ്ടാകുന്ന ചില സ്വഭാവ പ്രത്യേകതകളാണ്. ഇത് കുടുംബം മനസ്സിലാക്കുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? അത് ഡോക്ടർമാരുടെ ഒരു സഹായത്തോടെ മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കാം, അല്ലേ? നമുക്ക് ഇവിടെ സാർ നേരത്തെ പറഞ്ഞ ഒരു ഫ്രണ്ട്ലി, ഒരു ഏജ് ഫ്രണ്ട്ലി ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇതല്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വലിയൊരു ധാരണകൾ കിട്ടിയില്ല. നമ്മൾ ഈ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ഇതിന് മരുന്നുകളില്ല, ഇത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മാറി തുടങ്ങി. അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് കാര്യങ്ങൾ പഠിച്ച് ഇതൊരു പുസ്തകമായിട്ട് എഴുതണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, സംശയമില്ല. രണ്ട് റിയാലിറ്റികളാണുള്ളത്. ഒന്ന് നമ്മളുടെ റിയാലിറ്റി, നമ്മൾ വിചാരിക്കും അതാണ് റിയൽ എന്നുള്ളത്. പക്ഷെ അൽസൈമേഴ്സ് കെയറിൽ അവർക്കൊരു റിയാലിറ്റി ഉണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്റെ അച്ഛൻ ഒരു രണ്ടാമത്തെ ഘട്ടമൊക്കെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഒരു 40 വയസ്സ് 50 വയസ്സ് 35 വയസ്സുകളിലേക്ക് എത്തി നിൽക്കുകയാണ് ആള്. അപ്പൊ ഞാൻ അച്ഛ എന്ന് വിളിക്കുമ്പോ എന്നെ ഓർമ്മയില്ല, അപ്പൊ എന്നെ മറന്നുപോയി. അച്ഛ എന്ന് വിളിക്കുമ്പോ പ്രത്യേകിച്ച് രാത്രി അത് വളരെ വളരെ അപകടകരമാണ്. അച്ഛ എന്ന് വിളിക്കുമ്പോ താൻ എന്തിനാ എന്നെ അച്ഛ എന്ന് വിളിക്കുന്നത്? തന്റെ പ്രായം എനിക്കുള്ളൂ, പിന്നെ താൻ എന്തിനാ എന്നെ അച്ഛ എന്ന് വിളിക്കണം? താൻ വലിയ അധികാരങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എപ്പോഴും വേണ്ടത് എമ്പതിയാണ്. സിമ്പതി അല്ല, എമ്പതി. അപ്പുറത്തിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ, അയാൾ ആരാണ്, അയാൾ എന്താണ്. അപ്പൊ നമ്മളൊരു സാധാരണ ഒരു വയസ്സായ കെയർ ചെയ്യുന്ന പോലെ അല്ല അത് നിലയ്ക്കുന്നത്. ആ എമ്പതി നമ്മൾക്ക് വരുത്താൻ ശ്രമിക്കണം. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ എമ്പതിയെ കുറച്ചുകൂടി മനസ്സിലാക്കാം. അച്ഛൻ കുളിക്കുന്ന സമയത്ത് ഞാൻ കുളിമുറിയിലേക്ക് കൊളുത്തു വെച്ചിട്ടില്ല. അപ്പൊ അത് ഞാൻ തുറന്നു നോക്കി ഇപ്പൊ എന്നെ അച്ഛൻ കണ്ടു. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ആണാണ്, താൻ പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ മതി. അതായത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിച്ചില്ല. ചില തലച്ചോറിന്റെ ചില ഭാഗങ്ങൾക്കുണ്ടായിരിക്കുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ടോ മാറ്റങ്ങൾ കൊണ്ടോ ഉള്ള ചില പെരുമാറ്റ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, പെരുമാറ്റ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറയാം. ഇപ്പൊ ഒരു അൽസൈമേഴ്സ് ബാധിച്ചിരിക്കുന്ന ഒരു ലേഡിക്കാണ്. ആ ലേഡി കുളിക്കാൻ കുളിമുറിയിലേക്ക് പോകുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മകൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അകത്തേക്ക് കയറിയാൽ ചില സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഉടനെ ഒരു അടി പ്രതീക്ഷിക്കാം. ഈ കയറി വരുന്ന ആള്
കയറി വരുന്ന ആള് മകനാണെന്നുള്ള ധാരണ അമ്മയ്ക്കില്ല. അമ്മ ഒരു 32 വയസ്സിൽ നിൽക്കുകയാണ്, ഒരു യുവതിയാണ്. ആ യുവതി കുളിക്കാൻ പോകുന്ന സ്ഥലത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി ചെല്ലുകയാണ്. അതുകൊണ്ടാണ് അവിടെ അത് സംഭവിക്കുന്നത്. അപ്പൊ എമ്പതി, അപ്പൊ അത് കയറുന്നതിന് ഈ ഡിമെൻഷ്യ കെയർ ഗിവേഴ്സ് അതിനൊരു പരിശീലനങ്ങളുണ്ട്. അതെങ്ങനെ അവര് കുളിക്കുന്ന സ്ഥലത്തേക്ക് പോകണം, അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് സ്കിൽ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വിചാരിക്കും ഇവരൊക്കെ മകനാണ് മകളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ കെയർ ചെയ്യാന്ന് വെച്ചത്. പക്ഷെ ഇതിന് സ്കില്ലില്ലാത്ത ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ അത് വിപരീത ഫലമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമുക്ക് നോക്കാൻ പഴയതിനേക്കാൾ നന്നായിട്ട് തൊട്ടടുത്ത അയൽവക്കത്തുള്ള ഒരാൾക്ക് നോക്കാൻ പറ്റും. കാരണം നമുക്ക് സ്കില്ലില്ലെങ്കിൽ, സ്കില്ലുള്ള ഒരാൾക്ക് അത് നോക്കാൻ പറ്റും. ഈ പലവിധ രോഗങ്ങള്, നമ്മള് മറവി രോഗത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മള് ഇദ്ദേഹം പറഞ്ഞത്. പലവിധ രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് കെയർ കൊടുക്കുന്ന ഘട്ടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്ന എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇപ്പം നമ്മളിപ്പം നമ്മുടെയൊക്കെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, വീട്ടിൽ ഒരാൾ രോഗിയായി മാറുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചിട്ട് മറ്റേയാൾ ഒറ്റയ്ക്കായി പോകുന്നു. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കകൾ പ്രത്യേകിച്ചും ഒപ്പമില്ലാത്ത മക്കൾക്ക് വളരെ കൂടുതലാണ്. അപ്പൊ അവര് ചെറിയ കാര്യങ്ങളിൽ തന്നെ വളരെ വറീഡാകുന്നു. അവരെ ആ ഘട്ടത്തിലാണല്ലോ പലരും ഈ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. വാസ്തവത്തില് അങ്ങനെ ഒരാവശ്യം വരുന്നത് ഏത് ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം സത്യത്തിലില്ല. പിന്നെ ജോലി ഉപേക്ഷിച്ച് ഈ മക്കൾ വന്ന് ഇവിടെ നിന്നാൽ എന്താണ് കൂടുതലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മൾ വളരെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ വളരെ മെഡിക്കൽ സയൻസ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാന് ഇങ്ങനെ നമ്മൾ പൂർണ്ണമായും ഒരാളിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം നമുക്കൊക്കെ തോന്നാം പലപ്പോഴും. അപ്പൊ അതേക്കുറിച്ചൊക്കെ എന്ത് പറയാനുള്ളത്? ആദ്യം ഡോക്ടർ പറഞ്ഞതും പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം, ഡോക്ടർ പറഞ്ഞത് ഇൻക്ലൂസീവ് സൊസൈറ്റി ആവണമെന്ന്. ഇൻക്ലൂസീവ് കുടുംബം ആവണം. നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ആണെങ്കിൽ അച്ഛനും ടേസ്റ്റ് കിട്ടാതെ നാക്കിന്റെ കുഴപ്പമാണ്, പ്രായമായതിന്റെ കുഴപ്പമാണ്, അല്ലാതെ മരുമകളോട് ദേഷ്യം ഉണ്ടായതുകൊണ്ട് വെറുതെ പറഞ്ഞതല്ല. അവൾ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ല എന്ന്, അല്ലെ അമ്മായിമ്മ പറയുന്നു മരുമകൾ ഉണ്ടാക്കുന്നതിനൊന്നും. ഇത് അവിടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അങ്ങനെയാകുമ്പോൾ അവരെയും നമ്മൾ ഇൻക്ലൂസ്, ഓക്കെ അച്ഛന് ഇങ്ങനെയുണ്ട്, ടേസ്റ്റിന്റെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? അതും അന്യോന്യം നമുക്ക് പറയാൻ പറ്റണം. വീട്ടിൽ അറിവുള്ള ആൾക്കാർ അറിയാം, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ള ആൾക്കാർ, ദിസ് മസ്റ്റ് ബി ദിസ് പ്രോബ്ലം, ഈ നാക്കിന് രുചിയില്ലാത്തതുകൊണ്ടായിരിക്കും അമ്മ പറയുന്നത്, അല്ലാതെ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല എന്ന് കരുതിയാൽ തന്നെ തീരാനുള്ള പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഇത് കുടുംബ വരാമാകാം, അവിടെ ഞാൻ നിൽക്കുകയല്ല എന്ന് വരാം, ഒക്കെ വരാം. ഇത് ഇൻക്ലൂഷനെ പറ്റി. പക്ഷെ അതല്ല ചോദിച്ച ചോദ്യം ഒരു പ്രത്യേകിച്ച് ഞാൻ സ്ഥിരമായിട്ട് എൻകൗണ്ടർ ചെയ്യാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പലപ്പോഴും മക്കള് ഓവർ കൺസേൺഡ് ആണ്. അച്ഛൻ ഒറ്റയ്ക്കായി പോയി എന്ന് പറയുമ്പോൾ ഉടനെ അച്ഛനെ ടാഗ് ചെയ്ത് ഒരു കെയർ ഗീവർ 24 മണിക്കൂറും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം റെഡിയായി. അച്ഛന് മര്യാദയ്ക്കൊന്ന് ശ്വാസം വിടാൻ പറ്റാതെ വരും. ഇത് ടാഗിങ് ചെയ്യുമ്പോൾ ആളുടെ ഇൻഡിപെൻഡൻസ് മുഴുവൻ കളയുകയാണ്. അതിന്റെ ആവശ്യം വരുമ്പോൾ ആവട്ടെ. ഈ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ കസിൻസ് 2 പേര് US-ലാണ്. അച്ഛന് വേണ്ടി സപ്പോർട്ട് വേണം, ടോം ഓഫീസിലേക്ക് വരികയാണ്, സപ്പോർട്ട് വേണം, ഒരു ആള് നല്ല ആളായിരിക്കണം കേട്ടോ, വലിയ ആവശ്യമൊന്നുമില്ല, അച്ഛന്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും. ഇതാണ് വലിയ ആവശ്യമൊന്നുമില്ല, അച്ഛന്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും. ഞാൻ ചോദിച്ചു അച്ഛൻ എന്താ ഇതിനു മുമ്പ് ചെയ്തിരുന്നേ? അച്ഛനായിരുന്നു അമ്മയുടെ കെയർ മുഴുവൻ ചെയ്തിരുന്നത്. അമ്മയ്ക്ക് അടുക്കള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അടക്കം അമ്മ കിടപ്പായിരുന്നപ്പോ ചെയ്തിരുന്ന അച്ഛനാണ്. അമ്മ ഇപ്പൊ മരിച്ചു. അപ്പം US-ലിരിക്കുമ്പം മക്കൾക്ക് സമാധാനമായിട്ടിരിക്കണം. അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അറിയാനായിട്ടാണ് ഈ ടാഗ് ചെയ്ത് ഒരാളെ വെക്കുന്നതെന്ന്. ഇത് വലിയ ദ്രോഹമാണ്. അച്ഛന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക. അച്ഛൻ ഒരാളെ എപ്പോഴും സഹിച്ചുണ്ടാവും. അയാൾക്ക് ഒരു പണിയില്ലെങ്കിൽ അയാൾ വാട്സപ്പിൽ നോക്കും, ഫേസ്ബുക്കിൽ നോക്കും, മക്കളോട് ചോദിച്ചെന്നിരിക്കും എത്ര രൂപ കൊടുക്കുന്നതെന്ന്. അന്നോട് എന്നായിരുന്നാലും അച്ഛനെ ഇരട്ടി ടെൻഷനുമാകും. കാരണം ഈ പൈസ വെറുതെ പൊക്കോണ്ടിരിക്കുകയല്ലേ, ഈ അവർ ഗ്ലാസിൽ കൂടെ പോകുന്ന പോലെയാണ്. താഴോട്ട് ഓരോ സെക്കൻഡും രൂപ പൊക്കോണ്ടിരിക്കുകയാണ്. മനസ്സിലായി? തീർന്നുകൊണ്ടിരിക്കുക. ഇവനൊന്നും ചെയ്യുന്നില്ല, ഇനി ചെയ്യാനില്ല, ചുമ്മാ ചൊറിയാൻ പറ്റുമോ? കാര്യമില്ല. അപ്പം ഐഡിയലി വോട്ടായിട്ട് ഓൾവേസ് അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് വരും, ഓഫീസിലേക്ക് അച്ഛനെയും കൂട്ടി വരും, മക്കളും അച്ഛനും കൂടെ വരും.
അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അച്ഛൻ ആവശ്യം വരുന്ന ഒരു ചെറിയ സംശയം തോന്നുമ്പോൾ അച്ഛൻ വിളിച്ചു കൊടുക്കും. മക്കൾക്ക് സമാധാനത്തിന് ആഴ്ചയിലൊന്നോ അല്ലെ മാസത്തിലൊന്നോ ഞങ്ങളുടെ നേഴ്സസ് അവിടെ പോയി അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും, ആഴ്ചയിലൊന്ന് വിളിച്ചു ചോദിക്കും. ഇനി അച്ഛൻ എന്തെങ്കിലും ചെറിയ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അന്നേരം മക്കളുമായിട്ട് സംസാരിച്ചിട്ട് മേ ബി 2 മണിക്കൂർ ഒരു സപ്പോർട്ട്. അച്ഛന് ചിലപ്പോൾ അവർക്ക് കുളിക്കുന്നതൊക്കെ ശരിയാവുന്നില്ല. ആൻഡ് കെയർ ഗിവിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ആ കെയർ കൊടുക്കുന്ന റിസീവ് ചെയ്യുന്ന ആളെ റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, സപ്ലിമെന്റ് ചെയ്യാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ എൻകറേജ് ചെയ്ത് ചെയ്യിപ്പിക്കണം. എൻകറേജ് ചെയ്യണം. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കണം നമ്മളുടെ ഒരു മെക്കാനിസം. സോ ഇൻഫോംഡ് കെയർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഞാൻ കെയർ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ എന്റെ നടുവായിരിക്കും ഒടിയുക. ഞാനായിരിക്കും അച്ഛനേക്കാളും മുമ്പ് ബെഡിൽ പോവുക. അതിന്റെ ആവശ്യമില്ല. അറിഞ്ഞ് ചെയ്യുകയും ആവശ്യത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യുകയും ആവശ്യങ്ങൾ കൂടുമ്പോൾ മേ ബി യു മൈറ്റ് ഹാവ് ടു ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ്. പുറത്തു നിന്ന് പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക. അത് ചിലപ്പോൾ 2 മണിക്കൂർ സപ്പോർട്ട് മതി. അങ്ങനെയും ഉണ്ട്. 2 മണിക്കൂർ ഒരാൾ വന്ന് കുളിപ്പിച്ചു, അത്യാവശ്യം എക്സസൈസ് ചെയ്തു, ആളുടെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തു, നോർമലാണെന്ന് മക്കളെ അറിയിക്കുന്നു. മക്കളെ വിളിച്ച് ആ സമയത്ത് മക്കളൊന്നും വിളിക്കുന്നു, മക്കളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മെഡിസിൻസ് എല്ലാം എടുത്തു വെച്ചു, നാളെ വരെയുള്ള മെഡിസിൻസ് എടുത്തു വെച്ചു, മെഡിസിൻ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് കഴിച്ചിട്ടുണ്ടെന്ന് ഉച്ച കഴിഞ്ഞ് വിളിച്ച് ചോദിച്ചാൽ മതി. രാത്രിയിൽ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി എടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും പിൽ ബോക്സിൽ മെഡിസിൻസ് വരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ കഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സംശയം ഇനി വരാവുന്നത് അച്ഛൻ ഇനി എടുത്ത് എല്ലായിടത്തും കളയുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ മെഡിസിൻ കഴിയുന്നത് കാരണം പ്രായമാകും വേറെ കുഴപ്പം കാണാറുണ്ട്. അമ്മയാണ് അച്ഛന്റെ മെഡിസിൻ തീരുമാനിക്കുന്ന കൊടുക്കുന്നതെങ്കിൽ അച്ഛൻ ഒത്തിരി ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഈ മെഡിസിൻ കൊടുക്കണ്ടെന്ന് വരും. ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ അമ്മയ്ക്ക് തന്നെ നിശ്ചയില്ല ഏത് മെഡിസിൻ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് പോലും. ഇന്നും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ എനിക്ക് ചെന്ന് ഡോക്ടർ വന്നു കഴിയുമ്പോൾ ഡോക്ടർ പറയും ഇത് മുഴുവൻ താറുമാറായിട്ട് കിടക്കുക, അമ്മയ്ക്ക് പറയാൻ അറിയത്തില്ല ഇത് എപ്പോഴാണ്. ഇത് ചില ദിവസം അച്ഛന് കൊടുക്കും, ചില ദിവസം കൊടുക്കുന്നില്ല. അമ്മ തീരുമാനിക്കുന്നു, കാരണം അച്ഛൻ ഒത്തിരി ഉറങ്ങുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വീടുകളിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇൻഫോംഡ് കെയർ വീട്ടിലുള്ളവർ അറിഞ്ഞ് ചെയ്യാൻ പറ്റണം. കെയർ ഗിവിംഗ് ഇസ് നോട്ട് ജസ്റ്റ് സ്കിൽ. ഒരു കണ്ണില് മരുന്ന് ഒഴിക്കുന്നത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയും. കണ്ണി മരുന്ന് ഒഴിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല, കണ്ണി മരുന്ന് ഒഴിക്കുക അല്ലേ? പക്ഷേ ആ കണ്ണി മരുന്ന് ഒഴിക്കുമ്പോൾ തലയിലൊന്ന് തലോടാൻ തോന്നുകയാണ്. അതൊരു എക്സ്പീരിയൻസ് ആക്കാൻ പറ്റും. ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഒരു എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുമ്പോഴാണ് അത് കെയർ ഗിവിംഗ് ആകുന്നത്. അതുവരെ നമ്മൾ എന്തോ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതായത് നമ്മളിപ്പം പ്രായമായ ഒരാളിനെ ജീവിക്കാൻ വിടുക, സ്വയം പര്യാപ്തമായി ജീവിക്കാൻ അനുവദിക്കുക ആവുന്നിടത്തോളം കാലം. തീരെ വയ്യാതാവുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് ശരിക്കും അദ്ദേഹത്തിന് ഒരു അങ്ങനെ തീരെ വയ്യാതെ എന്നല്ല, ആവശ്യത്തിനുള്ള സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് യു കീപ് മോണിറ്ററിങ്. പ്രായമായവരെ മോണിറ്റർ ചെയ്യണം. നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ വിളിക്കുന്നുണ്ടോ? അച്ഛൻ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ? മേ ബി ദർ ഇസ് എ റീസൺ ഫോർ യു ടു കോൾ. അങ്ങനെ ഒരു സപ്പോർട്ട് മെക്കാനിസം ഉണ്ടാക്കുക. സോ സേഫ് ആയിട്ട് അവരെ എൻഗേജ് ചെയ്യാൻ പറ്റണം. സേഫ് ആയിട്ട് സാറ് പറഞ്ഞു കമ്പാനിയൻഷിപ്പ് ഇസ് വൺ പ്ലേസ്. നമ്മൾ ഒരു ഗാർഡനിങ് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഗാർഡനിങ്ങിന് ഇറങ്ങി തിരിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ ചെയ്തിട്ട് താഴെ വീണ പ്രശ്നമാണ്. അറിയേണ്ടത് ഏകദേശം നമ്മൾ എല്ലാവരും തന്നെ പറയാൻ പാടില്ലാത്തതാണ് ഹെൽത്തി ഏജിങ്. എങ്കിലും നമ്മളിൽ ഒരു 90% ആൾക്കാരും മരിക്കുന്നതിന് മുമ്പ് കിടപ്പായിട്ടാണ് മരിക്കുക. ദാറ്റ് ഇസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. വീഴ്ച കൊണ്ടാണ് 60%-ലേറെ ആൾക്കാർ അത് വീഴ്ചയാണ് പിന്നീട് പ്രതിഫലിച്ചത് മരണത്തിലേക്ക് എത്തുന്നതും. അൺഫോർച്ചുനേറ്റ്ലി. സോ ഇത് നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസംസ് നോക്കേണ്ടതുണ്ട്. അത് ചിലതൊക്കെ വളരെ നോൺ ഇൻക്ലൂസീവ് ആയിട്ടുള്ള മെക്കാനിസം ഇപ്പോൾ വരുന്നുണ്ട്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്, പേഷ്യന്റിന് അല്ലെങ്കിൽ ആളുടെ ഗേറ്റ് മോണിറ്റർ ചെയ്യുന്ന മെക്കാനിസം ഏറിയുണ്ട് ഇപ്പം. അപ്പോൾ ഗേറ്റ് മാറുന്നതനുസരിച്ച് ഒരു ഫോളിന് ചാൻസ് കുറഞ്ഞു. മേ ബി കുറച്ചുകൂടെ മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു മെക്കാനിസമോ ഉണ്ടാവണം എന്ന് ഉള്ള തീരുമാനം. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ സമയമുണ്ടെങ്കിൽ വേറൊരു ഇൻഫോംഡ് ആയിട്ട് കെയർ ചെയ്യുന്നതിന്റെ ഒരു മീനിങ്, ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു പേഷ്യന്റ്
ബൈൽ ഡക്ട് ക്യാൻസർ ആണ് ഡോക്ടറിനോട് പറയുന്നത്. അതിന് വലിയ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് ഡെത്ത് ഇമിനന്റ് ആണ്, വലിയ എത്ര കാലമൊന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല, ആക്റ്റീവായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. പക്ഷെ മക്കള് ഓങ്കോളജി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മോൻ തീരുമാനത്തിന് അമ്മയ്ക്ക് ഏറ്റവും നല്ല നഴ്സിംഗ് കെയർ കിട്ടുക എന്നുള്ളതല്ല, വേറെ ഒന്നും വേണ്ട, ഇനി ഒന്നും ചെയ്യാനില്ല, തീരുമാനിച്ചു. US-ലാണ് അദ്ദേഹം തീരുമാനിച്ച് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് ഒരു റൂമില് VIP റൂമില് അമ്മയാക്കുന്നു. ഈ അമ്മ 4 മാസം അവിടെ കിടന്ന് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു ഓഡിറ്റ് വരുമ്പോൾ, NABH ഓഡിറ്റ് വന്നപ്പോൾ അവർ പറഞ്ഞു നഴ്സിംഗ് കെയറിന് വേണ്ടി മാത്രം ഈ പേഷ്യന്റ് ഇവിടെ കിടത്താൻ പറ്റില്ല, നമ്മുടെ റൈറ്റിങ്ങിനെ ബാധിക്കും, അതുകൊണ്ട് ആളെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഈ ആള് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളുടെ കെയറിലേക്ക് വന്നു. അപ്പൊ അവനെ പറ്റി പറയുന്ന അന്ന് ഞാൻ ആദ്യം കണ്ട അമ്മ ബെഡില് കിടക്കുന്നു, കണ്ണ് പോലും തുറക്കുന്നില്ല. അമ്മയ്ക്ക് മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഡോക്ടർ കൊടുത്തിരിക്കുന്നത് എന്ത് വേണേ ആകാം, ഡയബറ്റിക് ആണ്, അതൊന്നും കുഴപ്പമില്ല, ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം കൊടുത്തോളൂ, എന്ത് വേണേ ആയിക്കോട്ടെ, കാരണം അമ്മയ്ക്ക് ഇനി നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്തിട്ടൊന്നും ചെയ്യാനില്ല. ആൻഡ് ദാറ്റ് ഇസ് ദി അപ്രോച്ച് ദാറ്റ് ഷുഡ് ബി ദെയർ. കണ്ണ് പോലും തുറക്കാൻ താല്പര്യമില്ലാത്ത അമ്മ ആശുപത്രിയിൽ 4 മാസം കിടന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്ത് 3ാമത്തെ ദിവസം ബെഡിൽ നിന്ന് അമ്മ വീൽ ചെയറിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റും കെയർഗീവറും കൂടി ഇരുത്തി ആ വീടല്ല ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞത് 4.5 മാസം കൂടി ഞാൻ ആദ്യമായിട്ടാണ് സൂര്യഭഗവാനെ കാണുന്നതെന്ന്. അപ്പൊ തോന്നി എങ്കിൽ ഇതും അമ്മയ്ക്ക് എൻജോയബിളാണല്ലോ, എങ്കിൽ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിസ്റ്റ് വരട്ടെ. മക്കളും കൂടെ തീരുമാനിച്ചു. കുട്ടികൾ കളിക്കുന്നുണ്ട് ഫ്ലാറ്റിന് താഴെ, അവിടെ പോയി അമ്മ ഇരിക്കും. അമ്മ ചിരിച്ച് കളിച്ച് എന്ന് വെച്ചാൽ കണ്ണ് പോലും തുറക്കാതെ മരണത്തെ കാത്തു കിടന്നു അമ്മ ചിരിച്ച് കളിച്ചുകൊണ്ട്. ഇത് കഴിഞ്ഞ് ലുലുമോൾ വന്നപ്പോൾ ലുലുമോള് ഞങ്ങൾ കൊണ്ടുപോയി. അന്ന് അമ്മയ്ക്ക് യൂണിവേഴ്സിറ്റി ലുലുമോളിൽ കൊണ്ടുപോയി. വെറുതെ വിൻഡോ ഷോപ്പിംഗ്, നത്തിങ് എൽസ്, വിൻഡോ ഷോപ്പിംഗ്. തൃക്കാക്കര അമ്പലത്തിൽ കൊണ്ടുപോയി. ഇതൊന്നും അമ്മ ചിരിച്ച് കളിച്ച് സ്വന്തം ഹസ്ബൻഡ് അപ്പുറത്തെ മുറിയിലെ മക്കള് കൂടെ, അങ്ങനെയാണ് അമ്മ മരിക്കുന്നത്. ആ മരണമല്ലേ നല്ലത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഒരു വലിയ വ്യാപ്തി കാരണം നമുക്കിതിന്റെ 2 ആസ്പെക്ട്സിലേക്ക് മാറി പോകേണ്ടി വരുന്നു. ഒരാള് വയ്യാതായാൽ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വയ്യാതായാൽ എങ്ങനെ ആ സിറ്റുവേഷനെ നമ്മൾ നേരിടണം എന്നുള്ളതൊന്ന്. രണ്ടാമത്, നമ്മളാണ് ഈ സീനിയർ സിറ്റിസൺ എങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം സ്വയം എന്നുള്ളത്. അപ്പൊ അതില് ഈ നമ്മൾ സ്വയം കൈകാര്യം ചെയ്യേണ്ട ഒരു ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പൊ ഇത് പറയുമ്പോഴേ എമ്പുന്നന്റെ ഒരു കഥ ഓർമ്മ വരുന്നു. അതായത് പ്രായമായി ഭാര്യ മരിച്ചു, ഒരു മകള് ദൂരെ ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാല് മഴ പെയ്യുന്ന ദിവസങ്ങളില് തൊട്ടടുത്ത കോളനിയിലെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം സ്വയം മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന്റെ ഒരു വാഗണാർ കാറില് ഈ കുട്ടികളെ കയറ്റി പോകുന്നതിനെ കുറിച്ചാണ് കഥ. അപ്പൊ അതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നു. അപ്പൊ ഈ സന്തോഷം കണ്ടെത്താൻ ഒരുപാട് വഴികൾ വാസ്തവത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങൾ വായിക്കുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ഡോക്ടറുടെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നമുക്കൊരു അവസാനത്തെ ഒരു 10 മിനിറ്റെങ്കിലും ചോദ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ അതുകൊണ്ട് കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും അത് നേരത്തെ താങ്കൾ സുഭാഷി പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് അക്വയർ ചെയ്യുകയും അതിന് ഹിസ്റ്ററി നിലനിർത്താൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും മികച്ച സംഗതി. മാത്രമല്ല ഈ ഡിമെൻഷ്യ അഡ്ജിമർ അതിലൊന്നാണ്. 3ാം തരം ഡിമെൻഷ്യ ഉണ്ട്. അത് ഫ്രോണ്ടോടെമ്പറൽ ഡിമെൻഷ്യ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അതിന് കുറെ വാസ്കുലർ ഡിമെൻഷ്യ പോലെയുള്ള ഈ ഡിമെൻഷ്യ വരാതിരിക്കുവാനെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത് നേരത്തെ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗമായിട്ട് മിക്കവാറും എല്ലാവർക്കും ഉള്ളത്. 19 കേരളത്തിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഒരു അർബനൈസ് പോപ്പുലേഷനിൽ ഒരു 60 വയസ്സിന് മേലുള്ള ആളുകളിൽ ഒരു 50% മേലെ ഉള്ള ആളുകൾക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഉണ്ടാവും, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഈ ഡിമെൻഷ്യ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പ്രമേഹം, പ്രഷർ പോലെ ജീവിതശൈലി രോഗങ്ങൾ, കൊളസ്ട്രോൾ പോലുള്ളത് തീർച്ചയായും അനുവദനീയമായ രീതിയിൽ, അഭിലഷണീയമായ രീതിയിൽ നല്ലൊരു മെഡിക്കൽ കെയറിന്റെ അണ്ടർ സൂപ്പർവിഷനിൽ നിയന്ത്രിച്ച് നിർത്തുകയാണെങ്കിൽ ഈ ഡിമെൻഷ്യ മറവിരോഗം വരാതിരിക്കാനുള്ള ഒന്നതാണ്. രണ്ടാമത്, നമ്മുടെ തലച്ചോറിനെ മുഴുവൻ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, സംഗീതം
പഠിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുകയും രണ്ടാമത്തത് നർമ്മം ആസ്വദിച്ചിരിക്കുകയും ചെയ്യുന്നതാണ്. ഒരു നർമ്മം കേൾക്കുമ്പോൾ നമ്മുടെ സെൻസറി കോർട്ടക്സും അതിനുശേഷം നമ്മൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ മോട്ടോർ കോർട്ടക്സ് ഒരുപോലെ ആക്ടിവേറ്റഡ് ആവും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ തലച്ചോറിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ തലച്ചോറിന്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കുവാനുള്ള സംവിധാനങ്ങൾ വ്യക്തി തന്റെ നല്ല കാലത്തെ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഡിമെൻഷ്യ വരാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, മനസ്സിൽ പരമാവധി ഈ നെഗറ്റീവ് ചിന്താഗതികൾ വളർത്താതിരിക്കുക എന്നുള്ളതാണ്. മനസ്സ് എല്ലാ നിഷേധങ്ങളെയും നിഷേധിക്കാനുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആയി മാറാൻ പാടില്ല. അതിനു പകരം അവരുടെ സന്തോഷവും സമാധാനവും ഈ അന്യോന്യ ബഹുമാനവും മറ്റുള്ളവരുടെ കരുണയും കാരുണ്യവും ഒക്കെ തന്നെ അവർ നട്ടുവളർത്താൻ സാധിച്ചാൽ ഒരു പക്ഷേ അവർക്ക് ഡിമെൻഷ്യ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും നിഷേധങ്ങൾ പെട്ടെന്ന് കോപാകുലം ഉണ്ടാവുന്ന ആള്, പെട്ടെന്ന് ഡിപ്രഷൻ ഉണ്ടാവുന്ന ആളുകൾക്ക് ഡിമെൻഷ്യ വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിലെ ഒരു സംശയം കൂടെ, ഈ നമുക്ക് പ്രായമേറുമ്പോൾ രോഗങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വളരെ കൂടും. അപ്പൊ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്, നമ്മൾ ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ എന്ന് കരുതുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നു, എല്ലാവിധ പരിശോധനകളും നടത്തുന്നു. വാസ്തവത്തിൽ അതാണോ വേണ്ടത്? ഒരു ഫാമിലി ഡോക്ടറെ കാണുകയാണോ വേണ്ടത്? നമുക്ക് എന്ത് സംശയവും ഫ്രീ ആയിട്ട് ചോദിക്കാവുന്ന, പരസ്പരം ചർച്ച ചെയ്യാവുന്ന, നമ്മളെ അറിയുന്ന, വർഷങ്ങളായിട്ട് നമ്മളെ ചികിത്സിക്കുന്ന ഒരു ഫാമിലി ഡോക്ടറാണോ ഈ ഘട്ടത്തില് ഒന്നാം ഘട്ടത്തിൽ നമുക്ക് വേണ്ടത്? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. കാരണം ഇന്ന് ഈ കമ്പോളവൽകൃതമായിട്ടുള്ള ആരോഗ്യ സേവനം നടക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് സാമ്പത്തികമായി സ്ഥിതിവിശേഷമുള്ള മക്കളുടെയും സാധാരണക്കാരുടെ കുടുംബക്കാരുടെ ധാരണ ഒരു വാർദ്ധക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാതരം ആരോഗ്യ പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങൾ ലഭ്യമാകുന്നത് ഈ സ്റ്റാർ ഹോസ്പിറ്റലുകളാണെന്നുള്ള ധാരണയുണ്ട്. തെറ്റാണത്. തീർച്ചയായും ക്രൂരത കൂടിയാണ്. പ്രായമുള്ള ആളുകൾക്ക് വളരെ ആവശ്യമുള്ള ടെർഷ്യറി കെയർ ആവശ്യമുള്ള ഒരു ട്യൂമർ റിമൂവൽ, ഒരു സബ്ഡ്യൂറൽ ഹെമറ്റോമ, തലച്ചോറിനകത്ത് രക്തസ്രാവം അത് ഇവാക്യുവേറ്റ് ചെയ്യുക, ഒരു കിഡ്നി മാറ്റി വെക്കുക. നമുക്ക് ഈ കോളൻ ക്യാൻസർ വളരെ കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ ഒരു കോളൻ ക്യാൻസർ സർജിക്കലി റിമൂവൽ ഫീസിബിൾ ആണെങ്കിൽ അത് മുറിച്ച് മാറ്റുക പോലെയുള്ള അഡ്വാൻസ് കെയറിന്, ടെർഷ്യറി കെയറിന് മാത്രമേ ഒരു പ്രായമുള്ള ആളെ ഒരു ടെർഷ്യറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അയാൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ സിംഹഭാഗവും ചികിത്സിക്കേണ്ടതും അതിന് പരിഹാരം തേടേണ്ടതും അത് ഒന്നുകിൽ ഈ പ്രായമുള്ള ആളുകളെ ചികിത്സിച്ച് പരിചയമുള്ള ജീരിയാട്രിഷ്യൻസിനോ, ജീരിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകളുടെ രോഗസംശയം നടത്തും, അതിന് പരിശീലനമുള്ള ഒരു ജീരിയാട്രിഷ്യനോ അല്ലെങ്കിൽ ഡിഗ്രിയുള്ള ജീരിയാട്രിഷ്യനോ അല്ലെങ്കിൽ ഒരു കുടുംബ ഡോക്ടർ, ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുടുംബ ഡോക്ടറോ, ഏറ്റവും ചുരുങ്ങിയത് അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ജീരിയാട്രിക് കെയർ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഫിസിഷ്യനോ മാത്രമേ ആകാൻ പാടുള്ളൂ. അത് ഒരു മുട്ടിലെ വേദന മാറ്റാൻ വേണ്ടി ഒരു പ്രായമുള്ള 75 വയസ്സുകാരനെ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ടെ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ക്രൂരത ആ മനുഷ്യർ ചെയ്യാൻ ബാക്കിയില്ല. അത് എങ്ങനെ ഈ വേദന സംഹാരം ഇല്ലാതെ വേദന എങ്ങനെ മാറ്റാൻ സാധിക്കും? മരുന്ന് കഴിക്കാതെ എങ്ങനെ ശോധന ഉണ്ടാക്കാൻ സാധിക്കും? മരുന്ന് കഴിക്കാതെ എങ്ങനെ ഉറക്കം നേടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രൈമറി കെയർ ഫിസിഷ്യനോ ഒരു ഫാമിലി ഫിസിഷ്യനോ വേണം ഇത്തരത്തിലുള്ള സാധാരണ വൈറൽ ഡിസീസസ്, സാധാരണയുള്ള ഇൻഫെക്ഷൻസ്, ഡയബറ്റീസ് കൺട്രോൾ, ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ, കൊളസ്ട്രോൾ കൺട്രോൾ പോലെയുള്ള സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അങ്ങനെ അവിടെ മാത്രമേ പോകാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ വളരെ വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ പാടുള്ളൂ. ആ തരത്തിലുള്ള ഒരു അവബോധത്തിലേക്ക് സമൂഹവും ഡോക്ടർ സമൂഹവും ഈ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കച്ചവടമാക്കി മാറ്റാൻ താല്പര്യമുള്ള കമ്പോള ശക്തികളും എത്ര നേരത്തെ മനസ്സിലാക്കുന്നു അത്ര നേരത്തെ നമ്മുടെ വയോജനങ്ങളെ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്. ചർച്ച ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ സമയം തീരുകയായതുകൊണ്ട് സദസ്സിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഇനിയുള്ള സമയം ഉപയോഗിക്കും. 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് നമുക്കുള്ളത്. 2 ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കുക. മിസ്റ്റർ ടോമിനോടാണ് എന്റെ ചോദ്യം. നമുക്ക് എല്ലാ വീടുകളിലും അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി എന്തൊക്കെയായിരിക്കാം? ഈ പറഞ്ഞത് ഉപകാരമായിരുന്നു. ഇതിനെ പറ്റിയാണ് ഈ ഫയർ പ്രിവെൻഷനെ പറ്റി. അതെ, കൂടുതൽ ടെക്നോളജിയെക്കാളും കൂടുതൽ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ഹോം മോഡിഫിക്കേഷൻസ് തന്നെയാണ്. ഒരു എൽഡർ ഫ്രണ്ട്ലി ഫോൾ പ്രിവെന്റീവ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് മൈനർ ആയിട്ടുള്ളതുണ്ട്. ഗ്രാബ് ബാറുകൾ വെക്കുക, ആന്റി സ്കിഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്യണം. അതിന് ടെക്നോളജി എന്നില്ല, അങ്ങനെ അറ്റത്തെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഗേറ്റ് പ്രിവെൻഷൻ ഒക്കെ വെരി മെനി തിങ്സ്. പക്ഷേ എല്ലാം ഇപ്പോൾ കുറച്ച് അപ്രാപ്യമായ പ്രൈസ് ടാഗിലായിരിക്കും ഈ പുതിയ ടെക്നോളജി വരുന്നത്, റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്രാപ്യം ഞാൻ പറയാൻ കാര്യം വരുന്നതല്ല, ഇപ്പോഴും ക്ലിനിക്കൽ ടെസ്റ്റിങ്ങിലും ഒക്കെ നിൽക്കുന്ന മേഖലകളാണ് പലപ്പോഴും.
അത് ഏർലി സ്റ്റാർട്ടേഴ്സ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് പ്രൈസിന് കൂടുതലുമായിരിക്കും. അപ്പൊ അത് എത്രത്തോളം നമുക്ക് സർവീസ് ഇവിടെ കിട്ടുമെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് ഇപ്പം ബോംബെയിലൊക്കെ ഈ ഇത്തരം ഒത്തിരി ഓർഗനൈസേഷൻസ് സ്റ്റാർട്ടപ്സ് തുടങ്ങിയിട്ടുണ്ട്, ഒത്തിരി ഉണ്ട്, പലതുമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊരു ടെക്നോളജി ഒരു പർട്ടിക്കുലർ ഇതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ്. ഈവൻ ഈ പറയുന്ന ഒരു ഗേളിലേക്ക് തനിയെ അവരുടെ സ്മാർട്ട് വാച്ച് ഈസ് എ ടെക്നോളജി. അതിനകത്ത് ഒത്തിരി പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. അതിനെ SMS വഴിയും ഒക്കെ മക്കളിലേക്ക് എത്തിക്കാനുള്ള ആപ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ദിസ് വെരി സെയിങ് സ്മാർട്ട് വാച്ച് കുഡ് ബിക്കം എ ബിഗ് ടെക്നോളജി ഫോർ സപ്പോർട്ടിങ് എൽഡർലി. അത് ആദ്യത്തെ അവരുടെ പൾസ് ചെക്ക്, അവരുടെ BP, ടെമ്പറേച്ചർ, ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. നമ്മൾ പാച്ചസ് ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. അതിനേക്കാളും ഇൻക്ലൂസീവ് അല്ലാത്ത ഒന്നിനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഈ പറയുന്ന ലൈറ്റ് വെച്ചൊക്കെയാണ്. ലൈറ്റിൽ കൂടി ക്യാമറ വെച്ച് തന്നെ ഗേറ്റ് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ അത്ര ഗഹനമായിട്ട് പഠിച്ചിട്ടുമില്ല. കുറെ കേൾക്കുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലി ഇന്നതാണ് നല്ലതെന്ന് പറയാനായിട്ട് എനിക്ക് മാത്രം അറിയത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ബെഡ് പേഷ്യന്റിന് ബെഡ് സോൾ വരാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടെ കെയർ ചെയ്യുന്ന വീട്ടിലുള്ള ആൾക്കാർക്ക് നടുവേദന വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം. അപ്പം ഹോസ്പിറ്റൽ കോട്ട് അല്ലെങ്കിൽ പുതിയ ഫോട്ടുകൾ, ഇങ്ങനത്തെ ചെറിയ മോഡിഫിക്കേഷൻ, ചെറിയ ഇൻഫർമേഷൻ ഉണ്ട്. അത് ആരെങ്കിലും പറഞ്ഞു തന്ന് കിട്ടിയാൽ നല്ലതാണ്. ദർ ഈസ് ട്രെയിനിങ് അവൈലബിൾ ഫോർ ഫാമിലി കെയർ ഗിവേഴ്സ്. ഒരു കെയർ ഗിവർ, പ്രൊഫഷണൽ കെയർ ഗിവർ എന്നല്ല, ഫാമിലി കെയർ ഗിവേഴ്സിനും ട്രെയിനിങ് ആവശ്യമാണ്. സ്വന്തമായിട്ട് ഒരു പെട്ടെന്നാണ് അറിയുന്നവർക്ക് ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് വന്നു, ട്യൂബ് ഉണ്ട്, ട്യൂബ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം, ട്യൂബ് ഉള്ളത്. സോറി. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ടെക്നോളജി ഈ സൈസോയിലാണ് പല ടെക്നോളജിയും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് കൃത്യമായിട്ട് കൈ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന്. രണ്ട്, ഇൻഫോംഡ് ആകുക. കുറെ കാര്യങ്ങളിൽ ഇൻഫോംഡ് ആകുന്നത് അത്യാവശ്യമാണ്. ചില മെഡിസിൻസ് പേഷ്യൻസിനെ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത് ഒരു അസുഖത്തിന്റെ പേരിൽ കൊടുക്കുന്ന മെഡിസിൻ ആണെങ്കിൽ നമ്മൾ അയാളെ സമൂഹത്തിൽ കാസ്റ്റിഗേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ തെറ്റിദ്ധാരണ പേരിൽ കാസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന ആൾക്കാരെ പറ്റി അറിയാം. ഇത് ആരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം എനിക്ക് തോന്നുന്നു നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് അറിവ് നേടേണ്ടതും. എങ്ങനെ ഒരു ഫാമിലി കെയർ ഗിവർ എങ്ങനെ പ്രവർത്തിക്കണം, എപ്പോൾ എക്സ്റ്റേണൽ സപ്പോർട്ട് മേടിക്കണം എന്നൊക്കെ ഉള്ളതാണ്. ആ ഒരു അറിവാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കും.